It's again a joy that we can all be here this evening. I want to testify that God is doing great things for me. ഞാനൊരു സാക്ഷ്യം പറയട്ടെ, എനിക്കായി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. I hope you also are being blessed through this fast. ഈ ഉപവാസത്തിലൂടെ നിങ്ങളും വാസ്തവമായി അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Those of you who have not been fasting at any time, I encourage you to fast at least one time a day. ആമേൻ. ഉപവസിക്കാത്തോട് പറയട്ടെ, കുറഞ്ഞ ഒരു നേരമെങ്കിൽ നിങ്ങൾ ഉപവസിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. What is so good about fasting? ഉപവാസത്തിന്റെ പ്രത്യേകത എന്താണ്? Fasting will deliver you from the soul. ആമേൻ. നമ്മുടെ ദൈഹിക മനുഷ്യനിൽ നിന്ന് ഉപവാസം നമ്മളെ വിടുവിക്കാനിടയാവും. We all know that we have at least 3 people inside us. നമ്മൾ 3 കാര്യങ്ങൾ ചേർന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. Spirit, soul, body. ആമേൻ. നമ്മുടെ ആത്മാവ്, നമ്മുടെ ദേഹി, നമ്മുടെ ശരീരം. And God always blesses our spirit. ദൈവം നമ്മളെ ഇടപെടുന്നത്, നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്. Then from the spirit to the soul. ആത്മാവിൽ നിന്ന് ദേഹിയിലേക്ക് വെളിപ്പെടുന്നു. And then the body. പിന്നീട് അത് ശരീരത്തിലേക്ക് and then all our circumstances. പിന്നെ നമ്മുടെ സകല സാഹചര്യങ്ങളിലേക്ക് അത് വ്യാപരിക്കും. So once in a while it is good to renew the temple of the Lord which is inside us. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ മന്ദിരം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശുദ്ധീകരിക്കുന്നത് വളരെ നല്ലതാണ്. Hallelujah. The Holy Spirit loves to see clean vessels. ആമേൻ. ശുദ്ധിയുള്ള പാത്രങ്ങളെ പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നു. So if you can, I was encouraging somebody this afternoon, telling that person how to fast. ആമേൻ. ഇന്ന് ഉച്ചകഴിഞ്ഞ സമയത്ത് ഒരു വ്യക്തിയോട് എങ്ങനെ ഉപവസിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. And I want to encourage you to do that also. ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ അതിനായി പ്രോത്സാഹനം തരിക. Fasting is not living without food. ഭക്ഷണം കഴിക്കാതെ പട്ടിണി ഇരിക്കുന്നതല്ല ഉപവാസം. Christian fasting is spending time with God. ക്രിസ്തീയ ഉപവാസം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ്. When you spend time with God, if food or sleep or your body gets in the way, a good discipline is required to keep the body in its place. Fasting is good for that. ആമേൻ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വളരുവാൻ നമ്മുടെ ശരീരത്തെ പ്രത്യേക രീതിയിൽ അച്ചടക്കത്തിൽ നിലനിർത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഉപവാസം. I've heard from some people in India, you know, I don't know how far this is true, but a particular religious group of people, when they fast from 6 o'clock in the morning till 6 o'clock in the evening. But after that, they make up by eating double the dose. പേര് പറയണ്ട, അറിഞ്ഞോണ്ട് പറയാ ഞാൻ പേര്. ഒരു പ്രത്യേക കൂട്ടം ആളുകൾ ലോകത്തിലുണ്ട്. അവര് രാവിലെ 6 മണി മുതൽ സൂര്യാസ്തമയം വരെ, സൂര്യോദയം വരെ സൂര്യാസ്തമയം വരെ അവര് അല്ല ചന്ദ്രോദയം മുതൽ ചന്ദ്രാസ്തമയം വരെ ചന്ദ്ര അസ്തമയം മുതൽ ഉദയം വരെ അവര് കഴിക്കത്തില്ല. എന്നാൽ ആ ചന്ദ്രൻ അങ്ങോട്ട് ഉദിച്ചു കഴിയുമ്പോൾ അവര് പോയി എല്ലാം ഇഷ്ടം പോലെ കഴിക്കാം. രാത്രി മുഴുവൻ ഇഷ്ടം പോലെ. ഇതൊന്നും ആരോഗ്യകരമായ ഉപവാസമല്ല. There are religious people, another group of religious people who fight to see how many days you are able to sit without eating food. മറ്റൊരു തരത്തിലുള്ള മതപരമായിട്ടുള്ള ആളുകളുണ്ട്. പരീശന്മാരെ പോലുള്ളവർ, മതപരം എന്ന് പറയുന്നതിനെക്കാളും പരീശന്മാരെ പോലുള്ള ആളുകളുണ്ട്. അവരെ എത്ര നാള് ഞങ്ങൾ ഇങ്ങനെ പട്ടിണി ഇരിക്കാൻ പറ്റും? If I sit without eating for 20 days, God will see my ability and bless me. 20 ദിവസം ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് വേണ്ടി ഞാൻ ചെയ്ത ഈ വലിയ കാര്യം ഇതെല്ലാം ദൈവസന്നിധിയിൽ മണ്ടത്തരമാണ്. What Jesus wants us to do is to spend time with God, quality time with God. ആമേൻ, ആമേൻ. യേശു നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന ദൈവസന്നിധിയിൽ നിലവാരമുള്ള സമയം ചിലവഴിക്കുക. And as a pastor, I'm very excited, and I'm sure the other pastors also are encouraged when you all come every day, morning and evening. There is all of you come morning. Many of you come in the evening. We are so encouraged because I'm also setting aside a time purely for you. Amen. പ്രിയപ്പെട്ട ഈ സഭയിൽ ദേവദാസന്മാരും നമ്മളെല്ലാവരും തന്നെ വളരെ സന്തോഷിക്കുന്നു. നിങ്ങളൊരു പ്രത്യേക സമയം കർത്താവിന് വേണ്ടി വേർതിരിച്ച് ദൈവസന്നിധിയിലേക്ക് ഒരു ഡിസിപ്ലിനോടുകൂടെ കടന്നു വരുന്നത് വളരെ പ്രോത്സാഹനകരമാണ്. And God will definitely honor you for that. നിശ്ചയമായിട്ടും അതിനായിട്ട് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകി മാനിക്കും. Hallelujah. Hallelujah. How to fast? എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? I suggest Daniel fasting to some of you. ചിലർക്ക് ഞാൻ ദാനിയേൽ ഉപവസിച്ച പോലുള്ളൊരു ഉപവാസം ഞാൻ സജസ്റ്റ് ചെയ്യും. Maybe you have to take medicine, or maybe you have to consider many other physical factors, your health. I suggest the Daniel fasting. ആമേൻ. മരുന്ന് കഴിക്കേണ്ടി വരും, ശരീരത്തെ പരിപാലിക്കേണ്ടവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദാനിയേൽ ഉപവസിച്ചതുപോലുള്ള ഉപവാസം നന്നായിരിക്കും. What is the Daniel fasting? ദാനിയേൽ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? Anybody knows what? Hallelujah. സ്തോത്രം.
You're not saying anything. He only ate fruit and pulses and all those things. Okay? Amen. That means he gave up all the rich food. അമേൻ ഹല്ലേലൂയ. അത് ഏറ്റവും രുചിയുള്ള മേൽത്തരമായ ആഹാരങ്ങൾ അദ്ദേഹം വർജിച്ചു. You know, and I think it is in Daniel 4:12. Just to let you know. Thank you, my Lord. No. I'll just find it out for you. Hallelujah. Okay, never mind. Just to let you know that you can minimize on something that you like a lot and then just have something to keep you going. ആമേൻ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് നമുക്ക് നിലനിൽക്കുവാൻ നമുക്ക് കഴിയണമല്ലോ. അതിന് അത്യാവശ്യ കാര്യങ്ങൾ നടക്കാൻ തക്കണം. ആവശ്യത്തിന് അല്പം മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിക്കുക. Commit that to God and He will fulfill it for you. ഈ വിഷയത്തെ ദൈവത്തിന് സമർപ്പിച്ച കർത്താവ് അതിനെ പൂർണ്ണമാക്കി തരും. And God will strengthen your hearts and your minds. ആമേൻ. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സിനെയും കർത്താവ് ബലപ്പെടുത്തും. Amen. So if you have never fasted so far, take, let's say, in the next, today is Wednesday, tell the Lord, I want to fast on Thursday. One time. If you have never fasted in your life, one time, Lord, I want to skip a meal and I want to spend time in prayer. Quality time. If I take half an hour to eat food, okay, I set apart that half an hour. I'm going to go into my room. Instead of taking food, I'm going to be on my knees or sit on the bed or walk up and down, whatever way it is. Probably lie down. I just want to spend that half an hour in prayer, praises and thanksgiving. That's enough. That half an hour is enough. You will see something happening in your life. ആമേൻ. ഇതുവരെ ഉപവസിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ദയവായി ഇങ്ങനെ തീരുമാനിക്കാൻ ഞാൻ നിങ്ങളെ നിർദ്ദേശിക്കുകയാണ്. നാളത്തെ ഒരു നേരത്തെ ആഹാരം നിങ്ങൾ വെടിയുകയും ആ സമയം ആഹാരം കഴിക്കാനെ കൊണ്ടും അതിനോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ ചിലവാക്കുന്ന സമയം അത് കർത്താവിന് കൊടുക്കുക. ആ സമയം നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവത്തെ ആരാധിക്കുക. Normally people are very strict when they talk about fasting. Here I am not strict, but I am trying to slowly get you into this beautiful thing called fasting. I tell you, once you learn the art of fasting from the Holy Spirit, you will love it. ആമേൻ. സാധാരണ ആളുകളുടെ ഉപവാസം എന്ന് പറയുമ്പോൾ വളരെ കർശനമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെയാണ് അതിനകത്ത് അടിച്ചേൽപ്പിക്കാറുള്ളത്. പക്ഷേ എന്നാൽ ലളിതമായ രീതിയിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ ദൈവിക സഹായത്തോടെയുള്ള ഉപവാസത്തിലേക്ക് നിങ്ങളെ നടത്തുകയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള സന്തോഷകരമായ അനുഭവമാണ് ഉപവാസം നിങ്ങൾക്ക് മനസ്സിലാവും. We must always remember that we are not fasting to show something to God. No. We are fasting with the help of God for a purpose. There is a big difference between the two. ആമേൻ. നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണ് എന്ന് ദൈവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഉപവസിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ സഹായത്താൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരികയാണ്. God is not a psychopath. നമ്മുടെ ദൈവം ക്രൂരനൊന്നുമല്ല. നിങ്ങളുടെ കഷ്ടം കണ്ട് സന്തോഷിക്കുന്നവനൊന്നുമല്ല ദൈവം. God is not a sadist. ആമേൻ. നമ്മളെ കഷ്ടപ്പെടുത്തി പട്ടുനീണി ഇട്ടിട്ട് അതിനകത്തും ദൈവത്തിന്റെ രസിക്കുന്നവനൊന്നും അല്ല. Many people think of God like that. Yeah, when God sees my suffering, He will give you. He's not a sadist. He's your father. ആമേൻ. നമ്മുടെ കഷ്ടം കണ്ട് അതിൽ നിന്ന് ദൈവത്തിന്റെ അനുകമ്പ ഉണ്ടായി നമുക്ക് ഏതാണ്ട് തരുന്നവൻ അല്ല ദൈവം. ദൈവം അങ്ങനെ സാഡിസ്റ്റ് അല്ല, നമ്മളെ കഷ്ടപ്പെടുത്തുന്നവനല്ല. Let me explain this to you. Supposing my daughter is sick and has to be taken to the hospital, God forbid. ആമേൻ. എൻ്റെ കുഞ്ഞ് എന്നെ ഒരു അസുഖമുണ്ടായി ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നു കഴിഞ്ഞാൽ ദൈവം അങ്ങനെ വരുത്താതിരിക്കട്ടെ. She cannot take the good food. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. She has probably to be given a drip. അപ്പോൾ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. When Miriam, my elder daughter, was sick many years ago, we had to spend a whole night in the hospital in India. എൻ്റെ മൂത്ത മകളെ സിക്കായി ആശുപത്രി കിടന്നപ്പോൾ ഞങ്ങൾ രാത്രി മുഴുവൻ ആശുപത്രി She had to have something that drip had to be given into her hand. She's a small little baby. ഫ്ലൂയിഡ്സ് ഇൻട്രാവേനസ് ഫ്ലൂയിഡ്സ് കൊടുക്കേണ്ടതായിട്ട് വന്നു. We both were sitting in the bed. ഞങ്ങൾ കട്ടിലിരിക്കുക. We were dozing off. We will get up and look after a girl. We'll again doze off because we were with her. She's our daughter. She had to go through that situation because of her sickness. She could not take the right kind of food. In the same way, when God tells us to fast, remember in the new covenant, He is with you. Amen. It is not that He's saying, okay, how many days did you go without food? 15 days. How many days you committed? 20 days. I see. Okay, you sit for another 5 days. That is not our God. Please understand, our God is our Father and He is with us in this fast. ആമേൻ. നമ്മൾ ദൈവഹിത പ്രകാരം ഉപവസിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ കൂടുതൽ ഉപവസിക്കുന്നു എന്ന് നോക്കി നമുക്ക് പ്രതിഫലം തരാൻ വേണ്ടി കാത്തിരിക്കുന്നതിനല്ല, ദൈവം നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. When your soulish man
is so strong. Sometimes it is difficult to receive God's word. ആമേൻ. നമ്മുടെ ജഡമനുഷ്യൻ എങ്ങനെ ചീർത്തു നിൽക്കുന്ന സമയത്ത് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം കിട്ടാൻ പ്രയാസമാണ്. But when our soul man or flesh man is weak, the spirit man is able to become active, receive the word of God, become strong, so that by the time you come and eat food again, your physique is back to normal, your spirit man also will be strong. ആമേൻ. നമ്മുടെ ജഡമനുഷ്യൻ ചീർത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന മേൽത്തരമായ ഭക്ഷണം കിട്ടാനൊക്കെ എളുപ്പമല്ല. ജഡമനുഷ്യനെ നമ്മൾ ദണ്ഡിപ്പിച്ച് അതിനെ അടിമയാക്കുമ്പോൾ നമ്മുടെ ആത്മമനുഷ്യൻ ശക്തനായി തീരുകയും പിന്നീട് നമ്മൾ ആഹാരം കഴിച്ച് ബലപ്പെടുമ്പോൾ ആ ജഡമനുഷ്യനെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയോടെ ആത്മാവ് നിലനിൽക്കുകയും. To encourage you to fast. നിങ്ങളെ അതുകൊണ്ട് ഉപവസിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. Hallelujah. Okay, just to let you know, Saturday I have invited you, just reminding you for the last time. I am going, Reena is there, Pastor Thomas George and Sister Mercy is also coming with us. There is a seat for 3 more people. Okay, if anybody wants to come with me to New York, let me know. Our, that group of people there, they have invited you specifically, said Pastor, if anybody from Philadelphia wants to come and join our fast, they're most welcome to come. So please, when you come, always remember, you're not coming to be served. You're coming, we are going as a team to go and bless them. So when I ask you to pray or when I ask you to minister, you should come prepared to minister, not to receive something, but to give. Amen. ആമേൻ. ശനിയാഴ്ച ഞാൻ നിങ്ങളെ ഇന്നലെ ഓർപ്പിച്ചതുപോലെ വീണ്ടും ഓർപ്പിക്കുകയാണ്. ശനിയാഴ്ച അടുത്ത ന്യൂയോർക്കിലെ ഉപവാസ പ്രാർത്ഥന നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. കത്താൻദാസൻ തോമസ് ജോർജും സിസ്റ്ററും കൂടെ വരാമെന്ന് പറഞ്ഞു. ഇനിയും 3 പേർ കൂടെ സീറ്റുണ്ട്. നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശുശ്രൂഷ കൈക്കൊള്ളുവാനല്ല, മറിച്ച് ഒരു ടീമായിട്ട് കർത്താവ് അയക്കുന്ന ഒരു സംഘമായിട്ട് അവിടെ കടന്നു ചെന്ന് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ ദൈവം നമ്മളെ അയക്കും. And there they are very strict about fasting. Let me tell you this. അവിടെ ചെല്ലുമ്പോൾ ഓർത്തോണം, അവർക്ക് ഉപവാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്. We start at 10 o'clock and one stretch we sit. 10 മണിക്ക് ആരംഭിച്ചിട്ട് നേരിട്ടൊരു ഇരിപ്പാണ്. No getting up, going back, drinking water, running around, children going there, all those things, not allowed. ആമേൻ. വളരെ അച്ചടക്കവും ക്രമീകരണത്തോടെയാണ് അവർ ഉപവസിക്കുന്നത്. Hallelujah. 3 o'clock they serve just ordinary gruel, which is a very good for a fasting day. Kanji. ആമേൻ. 3 മണിക്ക് കഞ്ഞി ഉണ്ട്. Hallelujah. So, if you want to come prepared for that. ആമേൻ. വരുന്നെങ്കിൽ ഒരുങ്ങി വരിക. Hallelujah. No, that we cannot make any special thing there. Okay. അവിടെ പ്രത്യേകിച്ചുള്ളൊന്നും പ്രതീക്ഷിക്കരുത്. But it's a good time. നല്ല സമയമാണ്. Hallelujah. By the way, I want you to know, we make a lot of concession in this church. We go out of the way to make a lot of concession. The purpose is that you will know the love of God and spring back and understand the love and grace of God here. ആമേൻ. ഈ സഭയിൽ നമ്മൾ മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ വളരെ ഒരു അയഞ്ഞ സമീപനമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കാരണം ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൽ കൂടിയുള്ള ദൈവപ്രവൃത്തി നിങ്ങളെ കൂടി വെളിപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. I hope you realize this. നിങ്ങളെ തിരിച്ചറിയുന്നു വിശ്വസിക്കുന്നു. Some of you have been in other churches earlier. You will realize the how good this church is. നേരത്തെ മറ്റു സഭകളിലായിരുന്നവർക്ക് ഈ സഭയിലെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. Hallelujah. So God is good. ദൈവം നല്ലവനാണ്. All right. Okay. We were looking into this verse. We will continue to look into this tonight. We were saying all things, whatever you shall ask in prayer, believing you shall receive. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് യേശു പറഞ്ഞു. We were looking into Matthew 21 today, and today morning we were touching the receptivity part of it. How do we receive? Where do we receive? രാവിലെ അത് എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം, എങ്ങനെ കിട്ടും, എവിടെ നിന്ന് കിട്ടുമെന്ന് നമ്മൾ ചിന്തിച്ചു. So I'm going to start there for the evening also. Pastor George, you can come here. Evening also we will start there. വൈകുന്നേരം അവിടെ തന്നെ ആരംഭിക്കാം. Receiving. Those of you who were here in the morning, you have to help me. How many kinds of receiving was there? ഏതൊക്കെ തരത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റും? There were 2 kinds of receptivity. What is the first receptivity? The first receptivity is immediate. തൽക്ഷണം അപ്പോൾ തന്നെ കിട്ടാം. Hallelujah. And 2, there is a later stage of receptivity. Later stage of receiving. സമയത്തിന് ശേഷം ചിലപ്പോൾ കിട്ടും. So you should pray like this. And in the Holy Spirit, whatever you shall ask in prayer or whatever anointing you need for that matter, believing you shall receive.
ആമേൻ. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ഏത് വിഷയത്തെപ്പറ്റി നിങ്ങൾ ചോദിച്ചാലും അത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. Hallelujah. Tonight I want to tell you something. Discern the spirits very clearly. If you keep on feeling nothing is going to happen, if you keep on feeling you're standing behind a wall, in front of a wall, rebuke it. It is not the Holy Spirit, it is the demon. Cast it out. You have an authority to do it. You are a mighty people. You are more powerful than you think. Praise the Lord. പ്രിയപ്പെട്ട ആത്മാവിനെ എപ്പോഴും വിവേചിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല, അത് നടക്കത്തില്ല, നിങ്ങളൊരു മതിലിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയാണെങ്കിൽ അത് ദുരാത്മാവാണ്. പരിശുദ്ധാത്മാവ് എപ്പോഴും വിശ്വാസത്തിന്റെ ആത്മാവാണ്. നടക്കുമെന്ന് നിങ്ങളെ ഉറപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി അത് സാധിപ്പിച്ച് തരുന്ന വിശ്വാസത്തിന്റെ ആത്മാവാണ് The പരിശുദ്ധ. Holy Spirit always releases you. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വതന്ത്രരാക്കും. He does not crunch you. നിങ്ങളെ അങ്ങനെ ചുരുക്കത്തില്ല, He does not crush you. നിങ്ങളെ ഞെരുക്കത്തില്ല, He does not tell you nothing is going to happen. ഒന്നും നടക്കത്തില്ലെന്ന് It's പറയത്തില്ല. the devil who tells you that. അങ്ങനെ പറയുന്നത് പിശാചാണ്. Tonight learn to cast the demon out from your lives in Jesus. രാത്രി നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ പിശാചിനെ പുറത്താക്കാൻ പഠിക്കാം. Pastor, 1 minute. Born again Christians don't have demons inside them വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ പിശാചില്ല. unless they live in ignorance or sin. ആമേൻ. അവരെ അറിവില്ലായ്മയിലോ പാപത്തിലോ ജീവിക്കുന്നതിലെങ്കിൽ അല്ലാതെ അവരിൽ ജീവിക്കത്തില്ല. Hallelujah. But the devil can sometimes come near you and make an oppressive situation around you. ആമേൻ. എന്നാൽ പിശാചിന് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങളെ ഒരു ദണ്ഡിപ്പിക്കുന്ന രീതിയിൽ ആക്കാൻ പറ്റും. And he can keep on telling in your ears, nothing is going to work. ആമേൻ. നീ പ്രാർത്ഥിക്കുന്ന ഒന്നും നടക്കത്തില്ല എന്ന് ചെവിയിൽ ചിലപ്പോൾ മന്ത്രിക്കാൻ He സാധ്യത. can make you, he may make you to look at that wall. You see how tough that wall is. ആമേൻ. എന്നിട്ട് നിങ്ങളായിരിക്കുന്ന ആ പ്രതികൂലം അത് എത്ര ഘനമേറിയതാണ്, എത്ര കട്ടിയുള്ളതെന്നൊന്നും സാധിക്കത്തില്ല എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ He ശ്രമിക്കും. will keep on telling you how difficult it's going to be for you. നിങ്ങൾക്ക് കാര്യങ്ങൾ എത്ര പ്രയാസമായിരിക്കുന്ന പിശാച് നിങ്ങളോട് ഉപദേശിക്കും. What should you do? നിങ്ങൾ എന്ത് ചെയ്യണം? Turn around. തിരിഞ്ഞിട്ട് Tell the devil, you shut up. നീ മിണ്ടാതിരിക്കണം, My Father is capable. എന്റെ അപ്പന് കഴിയും. Tell the devil. പിശാചിനോട് പറയുക. Many saints have walked this way victoriously. ആമേൻ. അനേക ഭക്തന്മാർ ഈ വഴിയിൽ കൂടി ജയാളികളായി നടന്നിട്ടുണ്ട്. Tell the devil very clearly, Jesus has walked this way victoriously. ഓ, ഞങ്ങളുടെ യേശു ഈ വഴിയിൽ കൂടി ജയാളിയായി നടന്നതാ. Tell the devil very clearly, greater is he who is in me than who is in the world. ഈ ലോകത്തിലുള്ള നിന്നേക്കാൾ വലിയവൻ എന്റെ ഉള്ളിൽ ഉണ്ടടാ എന്ന് ചങ്കുറ്റത്തോടെ പറയണം. Many times God is waiting for you to overcome the devil in who is opposing you in your life. പലപ്പോഴും നിങ്ങളെ എതിർക്കുന്ന പിശാചിനെ നിങ്ങൾ ചാടിക്കടക്കുവാൻ, തോൽപ്പിക്കുവാൻ കർത്താവ് കാത്തിരിക്കുക. Our God has already given us a promise. കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നു കഴിഞ്ഞു. Romans 16:19. റോമലേഖനം 16:19. The God of peace will soon crush ആമേൻ. Satan underneath your feet. സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കാൽ കീഴിൽ സാത്താനെ വേഗത്തിൽ ചതച്ചു കളയും. Hallelujah. Amen. Praise the Lord. And I told you the theology of that. അതിന്റെ ദൈവശാസ്ത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു. I told you about the finished works and how it is needed for every generation to destroy the devil under their feet. Remember? ആമേൻ. കർത്താവ് യേശുക്രിസ്തുവിന്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയിൽ കൂടെ ഓരോ തലമുറയ്ക്കും അതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. And we will also overcome shortly. നമ്മളും അതിവേഗത്തിൽ അത് Somebody സാധിക്കും. said hallelujah. എത്ര പേര് ഹല്ലേലൂയ പറയും? Hallelujah. ആമേൻ. Praise the Lord. Okay, people of God, we have come to receiving. How to receive? We should remember where the answer to prayer is coming. പ്രാർത്ഥനയുടെ ഉത്തരം എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. We have two areas where we receive. Number one, we receive it immediately. Number two, we receive it later. ആമേൻ. ഒരു ഉത്തരം പെട്ടെന്ന് കിട്ടും, ഒന്ന് ഇച്ചിരി താമസിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. എവിടെ നിന്ന് വരുന്നു? Hallelujah. Let us first of all study where this reception comes immediately. പെട്ടെന്നുള്ള ഈ മറുപടി എവിടെ നിന്ന് വരുന്നു? Hallelujah. Praise God. All right. You must remember that we who have been baptized in the Holy Spirit has the inner man active all the time. ആമേൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച നമ്മുടെ അകത്തെ മനുഷ്യൻ എപ്പോഴും സജീവമാണ്. Hallelujah. Amen. This is our inner man. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ചിത്രമാണ്. Very handsome. വളരെ സുന്ദരനാണ്. He's like Jesus. യേശുവിനെ He's പോലെയാണ്. always active. എപ്പോഴും സജീവമായിട്ട് Okay, പ്രവർത്തിക്കുന്നു. our inner man is like Jesus in his image. യേശുവിന്റെ സാദൃശ്യത്തിലാണ്. Hallelujah. Amen. And he is always made healthy by the word. ദൈവത്തിന്റെ വചനത്താൽ ഈ അകത്തെ മനുഷ്യൻ എപ്പോഴും പരിപുഷ്ടനാണ്. And he is under the Holy Spirit. ഈ മനുഷ്യന്റെ മുകളിൽ പരിശുദ്ധാത്മാവുണ്ട്. When you are baptized in the Holy Spirit, this Holy Spirit and your inner man and very good friends. ആമേൻ. നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമ്പോൾ അകത്തെ മനുഷ്യനും പരിശുദ്ധാത്മാവും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. Very good fellowship. നല്ല കൂട്ടായ്മയാണ്. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, when you come to church, സഭയിൽ വരുമ്പോൾ, when you read the Bible, വചനം വായിക്കുമ്പോൾ, when you keep away from the worldly things, ലോക കാര്യങ്ങളിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ, you will know his fellowship even more. ഈ പരിശുദ്ധാത്മാവ് കൂട്ടായ്മ അധികമായി നിങ്ങൾ രുചിച്ചറിയും. When you are baptized in the Holy Spirit, all these things will never be boring for you.
ആമേൻ. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ദൈവിക കാര്യങ്ങൾക്ക് ഒന്നും ഒരു ബോറിംഗ് തോന്നത്തില്ല. Hallelujah. സ്തോത്രം. So when you pray, remember this verse says, and in all things, that means in the Holy Spirit, whatever you shall ask in prayer, believing faith, you shall receive. ആമേൻ. നമ്മൾ വായിച്ച വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. Yes or no? Yes? Not sure. Okay, remember, as if you are a person born again and if you have been baptized in the Holy Spirit, please remember, as soon as you pray, there is an immediate answer. ആമേൻ. നിങ്ങൾ വീണ്ടും ജനിക്കുകയും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക, തൽസമയം മറുപടി കിട്ടും. I'm telling you tonight, ഇന്ന് രാത്രി പറയുക, for every prayer there is an immediate answer. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും തൽസമയം ഒരു മറുപടി ഉണ്ട്. One condition, you must be baptized in the Holy Spirit with power. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കണമെന്ന് More മാത്രമേ. important, you must be born again. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കണം. Hallelujah. Amen. Then when you pray, എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ an answer is immediately put into your spirit man. നിങ്ങളുടെ ആത്മാവിലേക്ക് ഒരു ഉത്തരം ദൈവം തരും. When you pray, immediately an answer comes. പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറുപടി കിട്ടും. Tonight, whatever you pray, ഇന്ന് രാത്രി നിങ്ങൾ എന്ത് I want to assure you, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, if you are spiritual people, നിങ്ങൾ ആത്മീയരാണെങ്കിൽ you will receive an answer immediately. തൽസമയം ഉത്തരം കിട്ടും. Hallelujah. Amen. Hallelujah. Amen. Did you get that? ഹല്ലേലൂയ. Praise God. Thank you, Lord. Immediately you will get the answer. തൽസമയം നിങ്ങൾക്ക് മറുപടി I want you കിട്ടും. to exercise this by faith. വിശ്വാസത്താൽ ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. You know the problem with many people, they don't want to receive the answer that we are going to discuss. ആമേൻ. എന്നാൽ ചിലർക്ക് ഇതിന്റെ ഉത്തരം കിട്ടാൻ താല്പര്യമില്ല. They don't want it. They want things to be done their way. അവർക്ക് കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ നടക്കണം. Remember, tonight we are a people of God who go by the will of God. When Pastor George was praying, both the pastors are on fire these days. Somebody said hallelujah. This is no, I'm not boasting for him. I was so touched by his prayer. Somebody Amen. said hallelujah. Very powerful. Amen. So powerful. Hallelujah. Hallelujah. Yes. When he also prayed, you felt the strength, no? The power. Really, right? That when he also prayed, he said, Lord, we have our desires. We connect it with your desires, but we know that only your desires will stand. Why did he pray like that? Because he knows. What does he know? That God's desire for us is better than our desire for ourselves. ആമേൻ. ഈ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള താല്പര്യങ്ങൾ ഏറ്റവും മേൽത്തരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കർത്താവേ അങ്ങനെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മറുപടി ഏറ്റവും നല്ലതായിരിക്കും. Hallelujah. Amen. Always remember, our Heavenly Father knows better than us. എപ്പോഴും അറിയേണ്ട കാര്യം, നമ്മളെക്കാൾ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ പിതാവാ. However much we think that we are good in something, it is He who knows what is best. ആമേൻ. നമ്മളൊരു കാര്യത്തിൽ എത്ര വൈഭവം ഉള്ളവരാണ് നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാലും ഇതിനെപ്പറ്റി ദൈവത്തിനാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. I want to tell you my testimony. എന്റെ സാക്ഷി ഞാൻ പറയാം. It is sometimes painful to let God do His thing. ആമേൻ. ദൈവം തന്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. We don't like it. നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. I sometimes fight. ഞാൻ ചിലപ്പോൾ I said, വഴക്കുണ്ടാവും. no, I can't agree with that. ഞാൻ പറയും ഇങ്ങനെ എനിക്ക് പറ്റത്തില്ല. But I give up because I know He is wise. കാരണം എനിക്കറിയാം ദൈവം എന്നേക്കാൾ ജ്ഞാനിയാന്ന് എനിക്കറിയാം. ഞാൻ Shall I വിട്ടു. tell you my testimony? സാക്ഷി പറയട്ടെ. After 2 months or 3 months, when His plan comes, I say, Lord, thank you for not allowing my foolish plan to work out. ആമേൻ. ഇച്ചിരി താമസിച്ചാണെങ്കിലും ദൈവ ഉദ്ദേശം നിറവേറി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകും, കർത്താവേ എന്റെ ഈ മണ്ടൻ പ്ലാനിനെ നടത്തി തരാൻ നിന്റെ പ്ലാൻ നടത്തുന്നത് എത്ര ശ്രേഷ്ഠമാണ്. Hallelujah. Hallelujah. So tonight I'm speaking to people who really want the will of God in their life. ദൈവഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമെന്ന് പറയുന്നവരോടാണ് പറയുന്നത്. Hallelujah. I know all of you are like that. നിങ്ങളെല്ലാം അങ്ങനെയുള്ളവരാണ്. Whether we like it or not, sometimes a little delays so that you can understand the will of God and get into the awesome plan of God. ആമേൻ. ചിലപ്പോൾ കാത്തിരിക്കുന്ന വിഷയങ്ങൾ വെച്ചിട്ട് താമസിക്കുമ്പോൾ ദൈവഹിതം അതിനകത്ത് പൂർണ്ണമായി മനസ്സിലായി ആ ദൈവത്തിന്റെ ശ്രേഷ്ഠ പദ്ധതി വെളിപ്പെടുകയാണ്. I thank God that we are not gods, that He is God. ഹല്ലേലൂയ. നമ്മൾ ദൈവമല്ല, ദൈവം ദൈവമായിരിക്കാൻ ദൈവത്തെ And I want to tell you, when God tells you to wait, you are waiting, the answer will be far better than what you thought. ആമേൻ. ദൈവം പറഞ്ഞിട്ട് നമ്മൾ കാത്തിരുന്ന മറുപടി കിട്ടുമ്പോൾ ആ ഉത്തരം അതിശ്രേഷ്ഠമായിരിക്കും. Somebody said hallelujah. ഹല്ലേലൂയ. Amen. Praise God. So people of God, there is an immediate answer. There is also a delayed, so to speak, a delayed answer. ആമേൻ. പെട്ടെന്ന് തത്സമയമുള്ള മറുപടിയുണ്ട്, താമസിച്ച മറുപടിയുമുണ്ട്. Or later. അല്ലെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ്. It's different words. Okay. We are going to see what delays our prayers. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ തടസ്സം എന്താണെന്ന് ചോദിക്കും. Now many people, when they talk about delay in prayer, they talk about Daniel. ആമേൻ. പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടായി പറയുമ്പോൾ അനേകർ പറയുന്നത് ദാനിയേലിന്റെ കാര്യമാണ്. What happened to Daniel? You know, Daniel was praying, God sent the answer, but the prince of Persia stopped the angel that was bringing the answer. ആമേൻ. നമുക്കെല്ലാം അറിയാം, ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ തത്സമയം ദൈവം മറുപടി കൊടുത്തു. മറുപടിയുമായി വന്ന ദൂതനെ പാർശ്വരാജ്യത്തിന്റെ പ്രഭു തടഞ്ഞു എന്ന് നമുക്കറിയാം. But tonight I want you to know that doesn't work against us anymore.
പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ബാധകമല്ല. Please think, we are not fasting 21 days to stop the prince of Persia. അമേ പാർശ്വ പ്രഭുവിനെ തടയാൻ വേണ്ടി അല്ല നമ്മൾ ഉപവസിക്കുന്നത്. He has been destroyed on the cross once and for all. ഹല്ലേലൂയ. ഈ പാർശ്വരാജ്യത്തിന്റെ പ്രഭു എന്നേക്കുമായി യേശുവിന്റെ കാൽ കീഴിൽ ചതഞ്ഞറിഞ്ഞു കഴിഞ്ഞറിയാം. Hallelujah. ആമേൻ. Hallelujah. Thank you, my Lord. Praise the Lord. Why? എന്തുകൊണ്ടാണ്? ആ കുട്ടി പറയൂ. Why? Our Jesus, our high priest, he went through the heavens. ആമേൻ. നമ്മുടെ മഹാപുരാതന കർത്താവ് യേശുക്രിസ്തു ആകാശം മുതൽ കൂടി കടന്നു പോയി. Can you see this? നിങ്ങൾ കണ്ടോ? This is a great Daniel, okay? നോക്ക്, ഇത് ദാനിയേലാണ്. And let us say this is God. ചിന്തിക്കുക, ഇത് ദൈവം. Daniel prayed. ദാനിയേൽ പ്രാർത്ഥിച്ചു. Immediately God sent the answer. ഉടനെ മറുപടി കിട്ടി. If in the Old Testament Daniel can get an immediate answer, how much more we who are living in the Spirit of God? സ്തോത്രം. പഴയ നിയമത്തിലെ ദാനിയേലിന് ദൈവം തത്സമയം ഉത്തരം കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിലെ നമുക്ക് എത്രയധികം ദൈവം പെട്ടെന്ന് ഉത്തരം തരും. Okay, Daniel immediately got a prayer. പെട്ടെന്ന് മറുപടി കിട്ടി. But the prince of Persia, who had some kind of an authority over where Daniel was living, let us say this was a prince of Persia, okay, dirty fellow. He was living over that territory of Persia where Daniel was the, what was he? He was the Saraf. He was one of the chief officers. ഹല്ലേലൂയ. ദാനിയേൽ എവിടെ ജീവിച്ചിരുന്നുവോ ആ പ്രദേശത്തിന്റെ മേൽ ഉണ്ടായിരുന്ന പൈശാചിക സ്വാധീന ശക്തിയാണ് ഇതിനെ തടയാനിടയായി. And when the angel came down from heaven with the answer, this fellows tried to oppose him. ആമേൻ. സ്വർഗത്തിലെ ദൂതൻ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി വന്നപ്പോൾ ആ രാജ്യത്തെ ഭരിച്ചിരുന്ന അന്ധകാര ശക്തിയുടെ അതിന്റെ അധികാരി ദാനിയേലിന്റെ മറുപടി കൊണ്ട് ദൂതനെ തടഞ്ഞു. They were fighting with each other. അവർ തമ്മിൽ യുദ്ധം ഉണ്ടായി. And that fight took 21 days. ആ യുദ്ധം 21 ദിവസം നീണ്ടു നിന്നു. Till then Daniel also was praying. ഈ കാലഘട്ടം മുഴുവൻ ദാനിയേൽ പ്രാർത്ഥിക്കുക. So Daniel and the angel actually were fighting and Prince of Persia was destroyed. ആമേൻ. ഹല്ലേലൂയ. ഇവർ പ്രാർത്ഥിച്ചു. ദാനിയേൽ പ്രാർത്ഥിക്കുന്നു, ആ പാർശ്വരാജ്യത്തിന്റെ പ്രഭുവിനെ നശിപ്പിച്ചു. But today, what happened, man of God? ഹല്ലേലൂയ. But today when a child of God prays, ആമേൻ. ഹല്ലേലൂയ. today when a child of God is praying, ഒരു ദൈവവേദത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ where is he? Who is he praying to? ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? Is he praying up to God here? ആമേൻ. നമ്മൾ എവിടെയാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? Come on. എവിടെയോട്ടാണ് പ്രാർത്ഥിക്കുന്നത്? Where are we praying to? Where is our praying being answered? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എവിടെയാണ് മറുപടി കിട്ടുന്നത്? Where are we seated? നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? We are seated in the heavenly places already. നമ്മൾ സ്വർഗ്ഗസ്ഥലത്തിൽ നമ്മൾ ഇരിക്കുക. See, this man, I find it difficult to duplicate exactly, but remember, this is Mr. A, this is Mr. A. ആമേൻ. Is it clear? ഒരേ സ്ഥലത്ത് ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ. Hallelujah. ഹല്ലേലൂയ. No. Same man in this place. Amen. One man in different places, Pastor. ആമേൻ. ഒരേ വ്യക്തി തന്നെ രണ്ട് സ്ഥലങ്ങളിൽ. When you were born again, when you were baptized, when you received Jesus as the Lord of your life, immediately you were placed in the heavenly places. ആമേൻ. നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, സ്നാനം പ്രാപിച്ചു, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു, പെട്ടെന്ന് നമ്മൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടു. And this is where Jesus Christ is. അവിടെ യേശു ഇരിക്കുന്ന ഇടമാണ്. Hallelujah. Amen. You are seated in the heavenly places. നമ്മൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നു. Let me explain that to you. ഞാൻ വിശദീകരിക്കട്ടെ. Your spiritual being is actually placed in the heavenly places. ആമേൻ. നമ്മളിലെ ആത്മീയ മനുഷ്യൻ യഥാർത്ഥത്തിൽ യേശുവിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിലായിരിക്കുന്നു. There is nothing to stop you. നിങ്ങളെ തടയാൻ ആർക്കും പറ്റത്തില്ല. As soon as you pray, he hears. Even now he is listening, he is praying, he is giving me the words to speak to you. Tonight I feel such charged. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അത് മറുപടിയുണ്ട്, അതിന് ഉത്തരം നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. Because you don't have to look up to the sky and pray. ആമേൻ. കാരണം നമ്മൾ സ്വർഗ്ഗത്തെ നോക്കി മുഷ്ടി യുദ്ധം ചെയ്യുക. You are already in the heavenly places. നമ്മൾ സ്വർഗ്ഗസ്ഥലങ്ങളിലാണ്. That is why it is a great joy to be born again. Somebody said hallelujah. അതാണ് വീണ്ടും ജനിക്കുന്ന ശ്രേഷ്ഠ അനുഭവമാണെന്ന് പറയുന്നത്. Born again is not a Pentecostal doctrine, it's a doctrine of the Bible. ആമേൻ. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല, ദൈവവചനത്തിന്റെ ഉപദേശമാണ്. If you are not born again, you won't go to heaven ultimately. വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആരും സ്വർഗ്ഗരാജ്യത്തിൽ പോകത്തില്ല. So children, all of you, anybody not born again, be born again. ആരെങ്കിലും വീണ്ടും ജനിക്കാതെ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വീണ്ടും ജനിക്കാം. Say right now, Lord Jesus, come into my heart. ഓ യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. Come and live in my heart. എന്റെ ഹൃദയത്തിൽ വസിച്ചാട്ടെ. Fill me with thy Holy Spirit with power. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ശക്തിയാൽ എന്നെ നിറച്ചാട്ടെ. How many people have already said that in their life? എത്ര പേർ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്? And how many people want to say it tonight? രാത്രി എത്ര പേർ വീണ്ടും പറയും? Can I see anybody here? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? Hallelujah. 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 Okay, so people, when you pray, you are speaking to somebody who is very near you.
ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വ്യക്തിയോടാണ് പറയുന്നത്. So do not be like people who say, my prayer, it has gone up and now Michael has to come and help me, or the devil is opposing your prayer. Not in the new covenant, no more. Please understand this. ആമേൻ. ദയവായി ഓർക്കുക, മനസ്സിലാക്കുക, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും എന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി മീഖായേൽ വരണം, അദ്ദേഹം പാഴ്സരാജുമായിട്ട് യുദ്ധം ചെയ്യണം, ഇങ്ങനൊന്നും ഓർക്കരുതൊക്കെ പഴയ കാര്യമാണ്. See what all Jesus has done for us. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് അറിയുക. Now if supposing after being born again you still have fallen. സ്തോത്രം. വീണ്ടും ജനിച്ച് വീണ്ടും വീണു പോയെങ്കിലും, hallelujah, supposing you fell into the flesh, വീണ്ടും ജഡത്തിൽ വീണു പോയാൽ, we have a high priest, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, hallelujah, who can sympathize with all our weaknesses. ഓ, നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ്. Hebrews 4:15 and 16, read that. ആമേൻ. എബ്രായർ 4:15-16 വായിച്ചേ. We have a high priest നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, who has gone through the heavens. ആകാശങ്ങളിലൂടെ കടന്നുപോയ മഹാപുരോഹിതൻ. Once he has gone through that way, nobody can go, no Lucifer can stand against that. യേശു കടന്നുപോയ വഴിയിൽ കൂടെ ഒരു പിശാചിനും നിൽക്കാൻ പറ്റത്തില്ല. No Lucifer can stand against ഒരു that. ലൂസിഫറിനും പറ്റത്തില്ല. No territorial spirit can stand against ഒരു it. ദേശാധിപ ശക്തിക്ക് സാധിക്കത്തില്ല. Nobody can stop your prayer in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കും നിങ്ങളുടെ പ്രാർത്ഥനയെ തടയാൻ So പറ്റത്തില്ല. tonight, people of God, open your mouth and say, Jesus. ഓ, വായ തുറന്ന് യേശുവേ എന്ന് വിളിച്ചേ. Hallelujah. 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 And our Lord is so good, He immediately answers you. ഓ, നമ്മുടെ ദൈവം വളരെ നല്ലവനാണ്, തൽസമയം നമുക്ക് ഉത്തരം തരും. Please remember, God does not make you sad. God doesn't keep you waiting. It is against His nature. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ വിഷാദിപ്പിക്കുകയോ നമ്മളെ കാത്തിരിപ്പിക്കുകയോ ചെയ്യുന്ന ദൈവത്തിന്റെ സ്വഭാവത്തിന് എതിരാണ്. Please know He is the most perfect gentleman you will ever see. നമുക്ക് കാണാൻ കഴിയാവുന്ന ഏറ്റവും നല്ല മാന്യനാണ് ദൈവം. You all know both our pastors are gentlemen. നിങ്ങൾക്കറിയാം, നമ്മുടെ ദേവദാസന്മാര് അവർ രണ്ടുപേരും മാന്യന്മാരാണ്. They are both very gentle people. അവർ മാന്യന്മാരാണ്. They are not at all, what do you say, from the flesh, fleshy people. Praise God for them. അവർ ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരല്ല. സ്തോത്രം. You talk to them, they are both mild mannered. Am I correct? അവർ സൗമ്യമായി സംസാരിക്കും. Think how much more Jesus will be. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുവിന്റെ സൗമ്യത ഓർത്തേ. I have not seen any of them shouting or screaming or anything. Thank God for wonderful people. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നല്ല രണ്ടുപേരും കടിപിടി കൂടുന്നതോ എന്നെ അടിക്കാൻ വരുന്നതോ ചവിട്ടുന്നോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. Amen. If they can be so mild, how much Jesus should be? ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ഇത്ര സൗമ്യതയുള്ളവനാണെങ്കിൽ നമ്മുടെ യേശു എത്ര വലിയ സൗമ്യതയുള്ളവൻ. And how a gentleman he should be. എത്ര വലിയ മാന്യനാണ്. If you are a gentleman, somebody comes and asks you something, you say, will you say like that? ഹല്ലേലൂയ. ഒരാൾ വന്നിട്ട് ഒരു വ്യക്തിയോട്, നമ്മുടെ മാന്യനായ ഒരു വ്യക്തിയോട് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അതിനെ ഒരു അവഗണിച്ചൊരു ഉത്തരം പറയുമോ? If I ask Brother Cherian, can you please get me a glass of water? He give me 2 glasses of water. ആമേൻ. ബ്രദർ ഒരു ഗ്ലാസ് വെള്ളം തരാന്ന് ആ കുടമൊത്തം എടുത്തിട്ട് വന്ന് കൊടുക്കും. Why? Because he is a gentleman. കാരണം തന്റെ മാന്യനാണ്. And because he loves me as his own brother. എന്റെ സ്വന്തം സഹോദരനായിട്ട് എന്നെ And the സ്നേഹിക്കുന്നു. third reason is I am his pastor. രണ്ടാമത് ഞാൻ അദ്ദേഹത്തിന്റെ പാസ്റ്ററാണ്. He will not stop me. Is it difficult for him to get a glass of water? ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന പ്രയാസമുള്ള കാര്യമല്ലല്ലോ. No. Did you understand that? If we can be so perfect with the things where we have authority, how much more our Heavenly Father, when you begin to knock, immediately He will give you what you need. ഓ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നിരിക്കുന്ന അധികാരങ്ങളിൽ നമുക്ക് ഏറ്റവും എല്ലാ കാര്യങ്ങളും മാന്യമായി ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും പരിപൂർണ്ണനും മാന്യമായ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾക്ക് എത്ര മാന്യമായി മറുപടി തരും. Remember who you are praying to. നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? Know His picture tonight. രാത്രി ആ കർത്താവിന്റെ രൂപം ഒന്ന് In വ്യക്തമായി. the Holy Spirit, know His character. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം ഒന്ന് In മനസ്സിലാക്കി. the Holy Spirit, know that He loves you. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കി. In the Holy Spirit, know how much He cares for you. നിങ്ങൾക്ക് വേണ്ടി എത്ര കർത്താവ് കരുതുന്നു It is to that Heavenly Father we are praying. ആ സ്വർഗീയ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. So gentle. വളരെ സൗമ്യനായി. Do you know when you sleep in the night, sometimes He comes near you and He just He slowly removes your hair like that. Do you know He's so gentle and tender? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നമ്മുടെ മുടിയൊക്കെ തലോടിയിട്ട് പോകുന്ന വളരെ മാന്യനായിട്ടുള്ള സൗമ്യനാണ് നമ്മുടെ പിതാവ്. Do you know how many mothers are here? എത്ര അമ്മമാരുണ്ട്? Have you ever done that for your children? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? Have you done it for fathers? ഹല്ലേലൂയ. അപ്പന്മാരങ്ങനെ ചെയ്തിട്ടുണ്ടോ? I've done it. ഞാൻ ചെയ്തിട്ടുണ്ട്. When sometimes after my daughter sleep, I go near them, I place my hand on them, I say, bless them, Father, thank you. And slowly I put their hair behind. Grown up girls, but they are my daughters. ആമേൻ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അവരുടെ പോയി യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുകയും
അവരുടെ മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ പിതാവാണ്. It is that father that you are talking to. ആമേൻ. ഇതിനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പിതാവിന്റെ A കാര്യം. perfect gentleman. പരിപൂർണ്ണ മാന്യനായവൻ. So if you have the Holy Spirit, you will immediately be able to receive his answer, which is 99.99% immediate. I would say 100% it is immediate. ആമേൻ. ഈ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 99.99% എന്നല്ല 100% നമുക്ക് തത്സമയം മറുപടി കിട്ടും. Hallelujah. One condition there is. ഒരു വ്യവസ്ഥയേ ഉള്ളൂ. You must be in a living relationship with your heavenly Father through the Holy Spirit. പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മുടെ സ്വർഗ്ഗപിതാവുമായി നമുക്കൊരു സജീവമായ ബന്ധം വേണം. That is why we must be very careful not to mix with the world. ആമേൻ. അതുകൊണ്ടാണ് ലോകത്തോട് നമ്മൾ അധികം ഇടപഴകരുത് എന്ന് പറയുന്നത്. That is why we should not spend a lot of time watching the things of the world. അതുകൊണ്ടാണ് ലോകകാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ സമയം പാഴാക്കരുതെന്ന് പറയുന്നത്. When you do a lot of that, you know what happens? Another fellow becomes active. That is what we taught in the morning. We will continue with that, okay? ആമേൻ. അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ സജീവമായി വരും. അത് രാവിലെ പറഞ്ഞത് വീണ്ടും അത് പറയാം. There is a very cruel fellow. അവൻ വളരെ ക്രൂരനാണ്. He is not very good person. അവൻ ദുഷ്ടനാണ്. He is always upset. അവൻ എപ്പോഴും നിരാശനാണ്. And he does not like God or anything of God. ദൈവത്തെയും ദൈവത്തിനുള്ളതിനെ ഒന്നും അവന് ഇഷ്ടമല്ല. We call this man the flesh man. ഈ മനുഷ്യനെ നമ്മളെ ജഡ മനുഷ്യൻ എന്ന് വിളിക്കുന്നു. Hallelujah. How many of you have heard this man? എത്ര പേര് ഈ ജഡമനുഷ്യനെ പറ്റി By കേട്ടിട്ടുണ്ട്? the way, he has been our best friend before we were born again. ആമേൻ. നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഈ വ്യക്തി. He's very proud. വളരെ നിഗളിയ. Gets irritated quickly. പെട്ടെന്ന് നീരസപ്പെടുന്നു. He will not believe. അവൻ വിശ്വസിക്കത്തില്ല. He's got a hard heart. അവന്റെ കഠിന ഹൃദയമാണ്. Look at his eyes. He's always questioning God. എപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുന്നവൻ. Why? എന്തുകൊണ്ടെന്ന് That is ചോദിക്കുന്നു. what he does. അതാണ് അവൻ ചെയ്യുന്നത്. And you can see a picture of him in the book of Second Corinthians chapter 10 verses 5. ആമേൻ. 2 കൊരിന്ത്യർ 10:5 ഇയാളുടെ ഒരു സ്വഭാവം നോക്കാണ്. Look at that. ശ്രദ്ധിച്ചേ. This things which Paul is casting down imaginations and every high thing that exalteth itself against the knowledge of God. ആമേൻ. സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഈ പുള്ളിയുടെ സ്വഭാവം. It is his nature. അതവന്റെ സ്വഭാവം. I am giving you this word for that you may know that this fellow, your old man, he is on the cross. He is full of these things. ആമേൻ. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? നമ്മുടെ പഴയ മനുഷ്യൻ ഇപ്പോഴും ക്രൂശയിലാണ്. അവന്റെ നിറയെ ഇതേ ഉള്ളൂ. Hallelujah. You tell him the word of God. അവനോട് ദൈവവചനം He പറഞ്ഞു. will speak against it. അവൻ അതിന്റെ മറുപടി പറയും. You tell him God loves you. ദൈവം സ്നേഹിക്കുന്നു He പറഞ്ഞു. will tell you, I don't feel like it. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. You tell him God is going to do something quickly for you. പെട്ടെന്ന് ദൈവം നിനക്കായി You പ്രവർത്തിക്കുന്നു. will say, let me see it first. അവൻ ഞാൻ അന്ന് കാണട്ടെ. All that comes from this fellow. ഹല്ലേലൂയ. ഈ തർക്കുത്തരങ്ങൾ മൊത്തം ഇവനിൽ നിന്ന് And വരുന്നു. before we were born again, we were very active. We were close friends with this fellow. നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ഇവനുമായി വളരെ ചങ്ങാത്തത്തിലായിരുന്നു. He will always try to lead you back to the world. ഇവന്റെ താല്പര്യം എങ്ങനെയെങ്കിലും നമ്മളെ ലോകത്തിലേക്ക് കൊണ്ടുപോകും. And before you and I were born again, the devil and he were very active friends. ആമേൻ. നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് പിശാചു ഈ മനുഷ്യനെ കൂടെ ഭയങ്കര സുഹൃത്തുക്കളാണ്. Hallelujah. Thank God that we are saved. നമ്മളെ രക്ഷിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. The devil, he will allow the devil to bring into your life depression. ആമേൻ. പിശാച് നമ്മുടെ ജീവിതത്തിൽ നിരാശ കൊണ്ടുവരാൻ ഇവൻ അനുവദിക്കും. Tonight there is a spirit of depression in the house. It is going to go away right now in the name of Jesus. ആമേൻ. ഇവിടെയുള്ള നിരാശയുടെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ There വിട്ടുമാറുകയാണ്. is no depression in the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിൽ നിരാശയേ ഇല്ല. No oppression in the kingdom of God. അവിടെ യാതൊരു പ്രശ്നവുമില്ല. There is always hope. There is always solution. There is always a new method, a new way to see you happy in the kingdom of God. ഓ ദൈവത്തിന്റെ രാജ്യത്തിൽ എപ്പോഴും പ്രത്യാശയുണ്ട്. എപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളിൽ കൂടി ദൈവം നിങ്ങളെ ജയകരമായി നടത്തും. So this guy, as long as this guy is active, ഇവൻ സജീവമായി നിൽക്കുന്നിടത്തോളം he is not going to allow this guy to pass on the answers to prayer to the outer circumstance. ആമേൻ. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ മറുപടി കൊണ്ടുവരാൻ ഇവൻ അനുവദിക്കത്തില്ല. Did you get that, people of God? മനസ്സിലായോ? Two people, രണ്ട് വ്യക്തികൾ. the born again spirit of man, which is in continual relationship with Almighty God. ഒന്നാമത് വീണ്ടും ജനിക്കപ്പെട്ട പുതിയ മനുഷ്യന്റെ ആത്മാവ് നിരന്തരം കർത്താവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുന്നു. The other is the man of the flesh. രണ്ടാമത് ജഡീക മനുഷ്യൻ. And when the answer to prayer is given to the new man, പുതിയ മനുഷ്യന് പ്രാർത്ഥനയുടെ മറുപടി കിട്ടുമ്പോൾ the answer, the other man who is, I'm just drawing it like this, it need not be like that, okay? The other man, the man of flesh, he will not allow the prayer to be answered or anything like that. ആമേൻ. പെട്ടെന്ന് മറുപടി കിട്ടുന്ന പുതിയ മനുഷ്യന് പെട്ടെന്ന് അങ്ങനെ മറുപടി കിട്ടാനെ കൊണ്ട് പഴയ മനുഷ്യൻ അനുവദിക്കത്തില്ല. And then I'm just imagining, let's say this is your body comes here.
ചിന്തിക്കുക, നമ്മുടെ ശരീരമാണ് താഴത്തെ ചിന്തിക്കുക. And then the rest of the world comes here. താഴെ ലോകമാണ്. This is just a picture. It is not ideal. Hallelujah. This is for you to understand. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇങ്ങനെ വരച്ചതാ. Now when you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ you are praying for something related to the world and to the earth. ലോകത്തിനും ഈ ഭൂമിക്കും ആവശ്യമായ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. Because you are living in this world and in this earth. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലാണല്ലോ. And when you prayed, the minute you prayed as people who have a relationship with Jesus, immediately your prayer was answered through the Holy Spirit. ആമേൻ. അങ്ങനെയുള്ള നിങ്ങളുടെ പുതിയ മനുഷ്യൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നു. Did you get that, people of God? മനസ്സിലായോ? That's what I started telling you. Are you agreed with this? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? Can we go forward? മുന്നോട്ട് പോകാമോ? Because you must be born again, you must be baptized in the Holy Spirit to understand this, to get this part. ആമേൻ. വീണ്ടും പരിശുദ്ധാത്മാവ് വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം പ്രാപിക്കുന്നവർക്കാണ് ഇത് വളരെ വേഗം മനസ്സിലാവുന്നത്. But for this to come to this part of your life, this fellow must be put aside. ആമേൻ. എന്നാൽ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി വരണമെങ്കിൽ ഈ ജഡ മനുഷ്യൻ പുറത്തോട്ട് മാറ്റും. Hallelujah. This morning I gave you a verse from Hebrews. അവിശ്വാസമുള്ള ദുഷ്ടം. Let's see that this is one of his character. One of his characters you found here. Let me show you another of this fellow's character. ആമേൻ. ഈ ജഡ മനുഷ്യന്റെ ഒരു സ്വഭാവം നമ്മൾ ഇവിടെ കണ്ടു. Hebrews 3:12. 11:12 brother. 12 Hebrews 3:12. എബ്രായ ലേഖനം 3:12. Look at this. ആമേൻ. An evil heart of unbelief. വിശ്വാസമുള്ള ദുഷ്ടഹൃദയം. In departing from the living God. ആമേൻ. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിപ്പാൻ. He is the one who tells you, why should you go to church every Sunday? ഈ മനുഷ്യനാണ് നമ്മോട് ചോദിക്കുന്നത്, നീ എല്ലാ ഞായറാഴ്ച എന്തിനാ ചർച്ചിൽ പോകുന്നത്? He is the one who tells you, why do you want to go for fasting prayer every day? എന്തിനാ നീ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? He is the one who tells you, can't you stop it? നിങ്ങൾക്ക് നിർത്തിക്കൂടെ? He is the one who tells you, all these years you are praying, nothing is happening. ഇത്രേ നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, ഒന്നും നടന്നില്ലല്ലോ. And as long as this fellow is active, ഇവൻ സജീവമായിരിക്കുന്നിടത്തോളം your deliverances are being delayed. നമ്മുടെ മറുപടി താമസിക്കുക. Somebody said hallelujah. 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 Praise the Lord. But thank God, എന്നാൽ ദൈവത്തിന് our സ്തോത്രം. Lord Jesus Christ put this dirty fellow on the cross. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ദുഷ്ടനെ ക്രൂശിൽ He ഇട്ടിരിക്കുന്നു. is now on the cross. ഇപ്പോൾ അവൻ ക്രൂശിൽ കിടക്കുക. Where he should have died, our Jesus died on the cross. ഇവൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചത്. Jesus took on himself all the sins and curses that came upon this man. ഇവന്റെ മേൽ വന്ന എല്ലാ പാപശാപങ്ങളും യേശു തന്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ചു. Hallelujah. Amen. And now knowing this, ഇത് തിരിച്ചറിഞ്ഞ് your old man is on the cross. അവനെ ക്രൂശിച്ചിരിക്കുകയാണെന്ന് You should മനസ്സിലാക്കി not continuously feed him. ഇവനെ നിങ്ങൾ അധികം ഭക്ഷണം കൊടുത്ത് You പോഷിപ്പിക്കരുത്. should feed him and make him strong. നമ്മളെ ഭക്ഷണം കൊടുത്ത് പോഷിപ്പിക്കേണ്ട അകത്തെ മനുഷ്യനെയാ. When the spiritual man is strong, ആത്മമനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ he is able to easily bypass or through this guy bring the deliverances and blessings that is required for you in this world and on this earth. ആമേൻ. ആത്മമനുഷ്യൻ ബലപ്പെടുമ്പോൾ ജഡിക മനുഷ്യനെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സകല വിടുതലുകളും പ്രാർത്ഥനയ്ക്ക് മറുപടികളും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ പര്യാപ്തമായി തീരും. Now this is the reason we fast and pray. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. When we fast and pray, this man begins to become weak. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജഡമനുഷ്യൻ ബലഹീനനാവും. Because this man is always fed by the world. കാരണം ലോകത്താലാണ് ഇവൻ For പരിപോഷിക്കപ്പെടുന്നത്. example, nothing wrong in seeing Facebook, but 24 hours in Facebook, this fellow is very active. ആമേൻ. ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമില്ല. എന്നാൽ എപ്പോഴും ഇതിനെ കണ്ടുകൊണ്ടിരുന്നാൽ ഇവൻ അങ്ങ് ചീർക്കും. Probably, watching a good movie, that's fine. നല്ല സിനിമ കാണുന്നത് കുഴപ്പമില്ല. But imagine people seeing 4 movies a day. ഒരു ദിവസം 4 സിനിമ This കാണുകയാണ്. man will be full of worldly thoughts and thinking. ഈ ജഡമനുഷ്യനിൽ മുഴുവൻ ലോകചിന്തയായിരിക്കും. Imagine this man is only interested in worldly pursuits. ലോക കാര്യങ്ങളിൽ മാത്രമാണ് അവന് How to താല്പര്യം. make money, how to make money, how to make money every day. How can I become rich? How can I become rich? This is his only thought. അവന്റെ ഏക ചിന്ത എങ്ങനെ പണക്കാരനാകാം, എങ്ങനെ പണം ഉണ്ടാക്കാം. Hallelujah. By the way, I want you to know, people who run after money, they are insecure. I want to tell you, even if you get all the riches in the world, if that insecurity does not go away from you, you will lose all the money that you are making. ആമേൻ. ഞാൻ പറയട്ടെ, പണത്തിന്റെ പിന്നാലെ ഓടുന്നവർ അസ്ഥിരതയുള്ളവരാണ്. അങ്ങനെ അസ്ഥിരതയുള്ളവര് ലോകത്തിലെ എല്ലാ പണവും നേടിയാലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. So when Jesus has crucified this man on the cross for you, യേശു കർത്താവ് ഈ ജഡമനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ചു. once and for all on the cross, he did it for entire mankind. ഒരിക്കലായി സകല മാനവജാതിക്ക് വേണ്ടി യേശു അത് ചെയ്തു. Now when you take baptism by faith, നിങ്ങൾ വിശ്വാസത്താൽ സ്നാനപ്പെടുമ്പോൾ you are also doing the same thing. നിങ്ങൾ അത് തന്നെ ചെയ്യുകയാണ്. You are saying, it is no longer I, but Christ that lives in me. നിങ്ങൾ വിളിച്ചു പറയുകയാണ്, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. What does it mean?
അതിന്റെ അർത്ഥം This എന്താ? fellow has lost his ability and authority to pull you away. ആമേൻ. നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റുവാനുള്ള ശക്തിയും ബലവും എല്ലാം അവന് നഷ്ടപ്പെട്ടു. Now once this man is crucified, he is losing his power. അവനെ ക്രൂശിച്ച് കഴിയുമ്പോൾ അവന്റെ ശക്തി നഷ്ടപ്പെടുന്നു. We are asked to consistently strengthen our inner man, the strong man, the one who has the image of Jesus in him. ആമേൻ. യേശുവിന്റെ സാദൃശ്യപ്രകാരമുള്ള നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ നിരന്തരം പരിപോഷിപ്പിക്കണം. What are the areas by which we feed him? നമ്മൾ എങ്ങനെയാണ് ഈ മനുഷ്യനെ ഫീഡ് ചെയ്യുന്നത്? The word of God. ദൈവവചനത്താൽ. What is that? Prayer. പ്രാർത്ഥനയാൽ. The Holy Spirit. പരിശുദ്ധാത്മാവിനാൽ. Fellowship with good saints. നല്ല വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മ. Reading anointed books. നല്ല അഭിഷേകമുള്ള ബുക്കുകൾ വായിക്കുന്നു. Mixing with people full of faith. വിശ്വാസമുള്ളവരോട് കൂടിയുള്ള കൂട്ടായ്മ. These are the kind of things that will encourage him. ഇതാണ് ഈ അകത്തെ മനുഷ്യനെ പരിപോഷിപ്പിക്കപ്പെടുന്നത്. When this man is strong, ഇവൻ അങ്ങോട്ട് ശക്തിപ്പെടുമ്പോൾ he can do nothing. ഈ ജഡമനുഷ്യൻ ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. Already has lost his power. അവന്റെ ശക്തി നേരത്തെ നഷ്ടപ്പെട്ടു. When we stop feeding him and start feeding him, this man begins to become strong. ആമേൻ. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനെ പരിപോഷിപ്പിക്കുമ്പോൾ ഈ മറ്റേ മനുഷ്യൻ അവൻ ബലപ്പെടും. Now it is easier to see blessings. ഇപ്പോൾ ഇനി അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം നിരന്തരം കാണാം. Tonight, people of God, receive some information. പ്രിയപ്പെട്ടവരെ, ചില വിവരങ്ങൾ അറിയുക. People of Kerala, I have heard them saying a lot of things. Ketta Benthanam. We all have heard it. Please remember, all these things are here. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കെട്ട ബന്ധനം, പോരാട്ടം, എല്ലാം. Exactly. People in Kerala are experts for that. ഇതെല്ലാം ഇവിടെയാണ്. Wherever they go, they will find out some poratam. Because it is in their heart. കാരണം ഇതാണ് ഹൃദയത്തിൽ കിടക്കുക. Please remember, every poratam was destroyed on the cross. പ്രിയപ്പെട്ട എല്ലാ പോരാട്ടങ്ങളും യേശു കാൽവരിയിൽ എന്നേക്കുമായി നശിച്ചു. All your bondage was broken on the cross. നിങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും യേശു കാൽവരിയിൽ അഴിച്ചു. Hallelujah. Please remember this. Don't keep on saying, are you born again? Yes. Baptized in the Spirit. Bendanama. Don't use your mouth to say that. Amen. You have no bendanam in Jesus' name. Amen. You don't even open your mouth and say these things. Say, I am free. ഞാൻ സ്വതന്ത്രനാണ്. Somebody said, Hallelujah. Amen. Once you have the Holy Spirit, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുള്ളപ്പോൾ you don't have any bendanam. No bondage is upon you. If at all there is something, it is here that needs to be broken. അഥവാ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ജഡമനുഷ്യനിലാണുള്ളത്. Even after being born again, even after being baptized in the Holy Spirit, people have lot of personality traits which they have got from their forefathers. Some people are by nature skeptic. Some people are by nature full of lust. Some people are babies of lust. They will also begin to show the same thing. But there is a solution for all these things at the cross and in the power of resurrection. വീണ്ടും ജനിച്ചു കഴിഞ്ഞാലും നമുക്ക് പാരമ്പര്യമായി കിട്ടിയ പലതരത്തിലുള്ളതായിട്ടുള്ള സ്വഭാവങ്ങൾ ഈ ജഡമനുഷ്യനിൽ കാണാം. ചിലർ വലിയ മോഹമായിരിക്കും, ചിലർ പലതരത്തിലുള്ളതായിട്ടുള്ള ജഡീക സ്വഭാവങ്ങൾ അവരിൽ കാണാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇതിനെ മുഴുവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി തോൽപ്പിച്ചതായതുകൊണ്ട് നമുക്ക് ഇതിന്മേൽ പൂർണ്ണ ജയമുണ്ട്. And we have the power of resurrection. നമുക്ക് പുനരുദ്ധാന ശക്തി നമുക്കുണ്ട്. Anything that is pulling you here is happening here, pulling you away. It's happening in your soul, man. ആമേൻ. നിങ്ങളെ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈഹിക മനുഷ്യനിലാണ്. And when the power of resurrection comes on you, നിങ്ങളുടെ മേൽ പുനരുദ്ധാന ശക്തി വരുമ്പോൾ the devil runs away. പിശാച് ഓടി ഒളിക്കും. He cannot stay anywhere near you. അവർക്ക് നിന്റെ അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല. Did you get this, people of God? രാത്രി മനസ്സിലായത് മക്കളെ? Use your mouth to speak the good things of God. ദൈവത്തിന്റെ നന്മയെ പറയാൻ നിങ്ങളുടെ നാവിനെ ഉപയോഗിക്കാം. Hallelujah. Hallelujah. So this being the design of things, we are going to move into a time of authority. ആമേൻ. ഇങ്ങനെയാണ് കാര്യങ്ങളെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കി നമ്മുടെ അധികാരത്തിലേക്ക് നമുക്ക് പോവാം. Hallelujah. ആമേൻ. Now you see there is, remember, imagine this is a large tank of water. ചിന്തിക്കുക, ഇതൊരു വലിയ ടാങ്കിൽ നിറച്ചു വാട്ടർ. This is water, okay? Please imagine this is water. ഇതൊരു വെള്ളത്തിന്റെ ടാങ്കാണ്. You need this water to reach some tree here. ഈ വെള്ളം ഒരു വൃക്ഷത്തിന് പ്രയോജനമായി തീരണം. And how can water come out from here to here? ഇവിടെ എങ്ങനെയാണ് വെള്ളം ഇവിടെ ഈ വൃക്ഷത്തിന്റെ ചോട്ടിക്കൊണ്ടിരുന്നത്? There has to be some kind of an opening here, isn't it? എവിടെയെങ്കിലും ഒരു പൈപ്പോ ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. Hallelujah. In the same way, our spirit man has been given a pipe or an opening to be poured out into the different situations of our life. ആമേൻ. അതുപോലെ തന്നെ നമ്മുടെ ആത്മ മനുഷ്യനും ജീവിത സാഗരത്തിലേക്ക് ഒഴുകി എത്തുവാൻ ഒരു
തുറന്ന ഒരു വാതിൽ ദൈവം തന്നിട്ടുണ്ട്. Every one of us have this pipe in us. നമ്മൾ ഓരോരുത്തർക്കും എല്ലാവർക്കും ഈ വായിൽ ഈ പൈപ്പ് ഉണ്ട്. Tonight, those who know this pipe, you will get extra biryani. ഈ പൈപ്പിനെ അറിയുന്നവർക്ക് എക്സ്ട്രാ ബിരിയാണി കിട്ടും. Hallelujah. സ്തോത്രം. Who can tell me what this pipe is? ഏതാണ് ഈ പൈപ്പ്? It is your mouth, people of God. ഏതാണ് നിങ്ങളുടെ വായ്? That is when you begin to open your mouth in faith. അങ്ങനെ നിങ്ങൾ വിശ്വാസത്താൽ വായ തുറക്കുമ്പോൾ The Lord begins to pour out his answers to your prayers, his deliverances, everything you required. Answer to prayer in this area. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏത് വിഷയത്തിനാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ആവശ്യമുള്ളത്, നിങ്ങൾ വിശ്വാസത്താൽ വായ തുറക്കുമ്പോൾ അതിലേക്ക് ദൈവത്തിന്റെ മറുപടി കടന്നു വരും. Did you get the answer today? മനസ്സിലായോ? So you have immediate answer, you have delayed answer. ആമേൻ. പെട്ടെന്ന് കിട്ടുന്ന ഉത്തരവുണ്ട്, അല്പം താമസിക്കുന്നുണ്ട്. Actually, immediate answer has to be brought down to your issues. ആമേൻ. പെട്ടെന്നുള്ള മറുപടി നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരണം. So I told you today two areas of receptivity. ആമേൻ. നമ്മൾ സ്വീകരിക്കുന്നതിന്റെ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. I want to show you a couple of things about receiving answer to prayer. പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നതിനെ പറ്റി ചില കാര്യങ്ങൾ This is പറയട്ടെ. something I didn't do in the morning. രാവിലെ ചെയ്യാത്ത കാര്യമാണിത്. Nisha, are we online? Okay. Look at this. ശ്രദ്ധിക്കുക. Are you able to get the board? Okay. Look at this. ശ്രദ്ധിക്കുക. There are conditions. Number one, Lord, your will, not mine, must be our prayer all the time. Must be our attitude all the time. ആമേൻ. നമ്മുടെ എല്ലായ്പ്പോഴും ഉള്ള പ്രാർത്ഥനയുള്ള മനോഭാവം അങ്ങയുടെ പൂർണ്ണഹിതമാണ് ഇതിൽ നടക്കേണ്ടത്. If you pray like that, immediately things will happen. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. You are all praying like that. I know. I'm also praying like that. ഞാനും നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. But there are areas where God will take us through things which we don't like. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ കൂടി കർത്താവ് നമ്മളെ കൊണ്ടുപോകും. When we stand there like that, looking at God, Lord, I have been praying. God said, you do what I told you to do. ആമേൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ ചെയ്യ്. Do that. അത് ചെയ്ത്. No. You do what I tell you to do. അപ്പൊ നമ്മൾ കർത്താവിനെ പഠിപ്പിക്കാൻ നിൽക്കുക, ഞാൻ പറഞ്ഞു നീ ചെയ്യ്. Let me tell you tonight. ഞാൻ പറയട്ടെ, You can't win over God. നമുക്ക് ദൈവത്തെ ജയിക്കാൻ You പറ്റത്തില്ല. can resist the man of God. ദൈവദാസനെ നമുക്ക് എതിർക്കാം. You can tell the man of God, you are wrong. ദൈവദാസനെ നിങ്ങൾ പറഞ്ഞത് തെറ്റാന്ന് But പറയാം. you can't tell that to God. ദൈവത്തോട് അങ്ങനെ പറയാൻ People പറ്റില്ല. of God, always remember, do not deceive yourself. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തന്നെ വഞ്ചിക്കരുത്. Because God is not going to, as far as I know, God will encourage you, God will stand with you, He'll be merciful to you, but God knows what is better for you than what you know yourself. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ പ്രോത്സാഹിക്കും, നമ്മുടെ കൂടെ ചെയ്യും, എല്ലാം ചെയ്യും. ശരിയാ. എന്നാൽ നമ്മളെ പറ്റിയുള്ള ഏറ്റവും നല്ല എന്താണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. What seems to be a little painful now will become tomorrow gain for you. ആമേൻ. ഇന്ന് നമുക്ക് ഇത്തിരി വേദനയായിട്ട് തോന്നുന്ന കാര്യം നാളെ നമുക്കൊരു വലിയ ലാഭമായി തീരും. Why did the father not go after the prodigal son? ആമേൻ. മുടിനായ പുത്രനെ തേടി എന്താ അപ്പൻ പോകാഞ്ഞേ? God, father never wanted him to go out. അല്ലല്ല, പിതാവിന്റെ ഇഷ്ടമല്ല ഈ മകൻ വീട് വിട്ടു He പോകുന്നത്. went out by himself. അവൻ തന്നെ തന്നെ പോയതാ. Father is waiting where he should be waiting. ആമേൻ. അല്ലേ, പിതാവ് അവനെ കാത്തിരിക്കുക. Because father knows he will come back. പിതാവിനെ അറിയാം അവൻ മടങ്ങി And വരും. father knows if he goes where the son is, he will become double proud. ആമേൻ. അല്ലേ, എന്നാ പിതാവ് പോയി പിടിച്ചോണ്ട് വരുവാണെങ്കിൽ അവൻ പിന്നെ അധികം നെഗളിയായിട്ടേ വരത്തുള്ളൂ. The fellow who is in the father's house is so proud. Imagine the father going all the way to pick him up. He'll be doubly proud. ആമേൻ. വീട്ടിൽ അപ്പന്റെ കൂടെ പാർക്കുമ്പോൾ തന്നെ ഇത്രയും നെഗളമായിട്ട് പോയവൻ അപ്പം പിന്നെ വിളിച്ചോണ്ട് വരാനും കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നെഗളമായിരിക്കും. The father had wisdom. Thank God for very powerful fathers. ആമേൻ. ശക്തരായ പിതാക്കന്മാർക്കായി സ്തോത്രം. പിതാവിന് ബുദ്ധിയുണ്ട്. And he said, okay, I know how far this fellow is going to go. ആ പിതാവിനെ അറിയാം പിന്നെ എത്രത്തോളം പോകും. Finally, he became friends with pigs. അല്ലല്ല, ആത്യന്തികമായി അവൻ പന്നികളുമായി കൂട്ടുകാരനായി. Every day he'll be dancing with the pigs. ആമേൻ. ഇപ്പൊ ഓരോ ദിവസം പന്നികളുടെ കൂടാണ് ഡാൻസ്. Having food with the pigs. പന്നികളുടെ ഭക്ഷണം And കഴിക്കുന്നു. even then he did not understand his low level. തന്റെ താഴ്ന്ന നിലയാ താൻ ഇപ്പോഴും അറിയുന്നില്ല. He was broken. Still the fellow was having dinner with pigs. തകർന്ന് കിടക്കുകയാണ്. എന്നിട്ടും ഈ പന്നിയുടെ കൂടാണ് ആഹാരം. Finally he came to such a level, he came to senses. ആമേൻ. എന്നാൽ ആത്യന്തികമായി ഇത്ര വലിയ താഴ്ച വന്നപ്പോൾ സുബോധം ഉണ്ടായി. How many times must he have eaten pig sword? ഹല്ലേലൂയ. Pig sword, that thing that പന്നി തുപ്പിയ ആ ആഹാരം എത്ര തവണ നമ്മൾ കഴിച്ചു കാണും. oh, think of his situation. ഹല്ലേലൂയ. അവന്റെ അവസ്ഥ നോക്കിക്കേ. Actually, was it needed? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? He was living with his father. അപ്പനോടൊപ്പം ജീവിക്കുന്നവനാ. So full of glory. ആ മഹത്വം കണ്ടുകൊണ്ട് ജീവിക്കുന്ന. He is so full of happiness. My dad, I Hallelujah. am with him. He has an authority over all the servants. ആമേൻ. ബാല്യക്കാരുടെ മേലും ജോലിക്കാരുടെ മേലും അധികാരമുള്ള അപ്പനോടൊപ്പം പ്രൗഢിയിൽ ജീവിക്കുക. And then he went away. എന്നിട്ട് അവൻ കളഞ്ഞിട്ട് പോയി. If the father had ran after him and brought him back, you know what would have happened? അപ്പം പോയി പിടിച്ചോണ്ട് വന്നായിരുന്നു എന്ത് നടന്നേനെ? Somebody tell me that.
He may run away, he may take some more money from the elder brother, he will do all these funny things. The father was wise, he said, I'm waiting for him to change. അമേൻ അമേൻ. വന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചേട്ടന്റെ പണം പിന്നെ അടിച്ചോണ്ട് പോയേനെ. എന്നാൽ പപ്പ പറഞ്ഞു, ഹല്ലേലൂയ, അവനൊന്ന് മാനസാന്തരപ്പെട്ട് വരട്ടെ, അവൻ വ്യതിയാനം വന്നവനായിട്ട് വരും. When he came back, വന്നപ്പോൾ for father was willing to give him a robe and a ring and new slippers and a new party. That is our father. Remember? ഓ പ്രിയപ്പെട്ടവരെ, അവൻ മടങ്ങി വന്നപ്പോൾ അവന് പുതിയ ചെരുപ്പും പുതിയ അങ്കിയും പുതിയ മോതിരവും ഒക്കെ കൊടുത്ത് വലിയ തടിപ്പിച്ച കാളയെ അറുത്ത് വലിയ പാർട്ടി കൊടുക്കുവാൻ പിതാവ് ഇടയാക്കി. So remember, if there is a struggle in getting answer, you should say, Lord, I've been praying for something, but what is it that you want? What is your desire over that matter? Let that happen. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് മറുപടി താമസിച്ചാൽ, കർത്താവേ, ഈ വിഷയത്തെ പറ്റി അങ്ങ് പറയുന്നു, അങ്ങക്ക് ഇതിൽ എന്താണ് ഇഷ്ടം, അത് നടക്കട്ടെ. Now with that in mind, I want to tell you something. I want to break an old teaching. Are you ready? അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പഴയ നമ്മുടെ ഒരു അറിവ് ഞാൻ ബ്രേക്ക് ചെയ്യാം. I don't know if you heard it from the kind of circles which I came from. This was taught there. Today, in Jesus' name, I pray the Holy Spirit will help me to break it away from your minds. ആമേൻ. ഞാൻ വന്ന സാഹചര്യങ്ങളിൽ കൂടെ ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. അത് നിങ്ങളോട് പറയുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതിനെ തകർത്ത് നമുക്ക് വിടുതൽ തരട്ടെ. When I was young, they used to teach me like this. ഞാൻ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ അവരിങ്ങനെ പഠിപ്പിച്ചു. They used to say the answer to prayer from God is either yes, or it is no, or it is wait. ആമേൻ. ഞാൻ ഇങ്ങനെയാ പഠിച്ചത്, ഒന്നിൽ ദൈവം മറുപടി തരും, അല്ലെങ്കിൽ തരത്തില്ല, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും. Have you heard this school of teaching? നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? Please know this is not for born again baptized people of God. ഇത് വീണ്ടും ജനിച്ച ദൈവ അഭിഷേകമുള്ള ദൈവമക്കളുടെ അവകാശമല്ല ഇത്. God is not a tap. ദൈവം ഒരു ടാപ്പ് അല്ല. Will you give me? എനിക്ക് തരുമോ? Yes. തരും. Will you give me? തരുമോ? No. തരത്തില്ല. Will you give me? തരുമോ? Wait. കാത്തിരിക്കുക. That is not God. Don't limit God to this answer. ഈ മറുപടിയിൽ ദൈവത്തെ ചുരുക്കരുത്. Tonight, let the Holy Spirit remove this school of thinking from the hearts and minds of some of you who have been subscribing to this. In Jesus' name, we cancel it. God is greater than yes, no, and wait. He is your Father in Jesus' name. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ മനസ്സിൽ നിന്നും ഈ സ്കൂൾ ഓഫ് തിങ്കിങ്ങിൽ നിന്നും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരട്ടെ. നമ്മുടെ ദൈവം ഇങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. Hallelujah. Why? എന്തുകൊണ്ട്? Because in this prayer request, you are the boss. കാരണം ഈ പ്രാർത്ഥനയിൽ നമ്മളാണ് യജമാനൻ. Lord, I want to go to Africa. എനിക്ക് ആഫ്രിക്കയിൽ പോകണം. Can I go? എനിക്ക് പോകാമോ? Yes. പോകാം. Okay, I take my bag and go to Africa. ബാഗ് എടുത്തുകൊണ്ട് ആഫ്രിക്കയിൽ പോയി. Is God just limited in getting an approval for you to go to Africa or not? ആമേൻ. നമ്മൾ ആഫ്രിക്കയിൽ പോകാൻ തക്കവണ്ണം ദൈവം പരിമിതപ്പെടുകയാണോ? Or supposing God says no. ദൈവം പറയാൻ പോകുന്നില്ല. Is that all that you expect from God? അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. Or God says wait. ദൈവം പറയാൻ കാത്തിരിക്കുക. Is that all you expect from God? അത്രേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. Tonight, people of God, let me tell you one thing. ഒരു കാര്യം പറയട്ടെ. God is not included. I mean, God cannot be contained in just yes, no, or wait. He is with you. His entire personality, His whole being. He is with you in every area of your life. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. യെസ്, നോ, വെയിറ്റ്, ഈ മൂന്ന് കാര്യത്തിൽ ദൈവം ഒതുങ്ങുന്നില്ല. ദൈവത്തിന്റെ പരിപൂർണ്ണ വ്യക്തിത്വവും ശക്തിയും എല്ലാ നന്മകളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൂടെ സർവ്വസമയമുണ്ട്. This is a relationship. ഇതൊരു ബന്ധമാണ്. This is not yes, no, wait. ഇത് ഹല്ലേലൂയ പറ്റും പറ്റത്തില്ല കാത്തിരിക്കുന്നല്ല. It's a relationship. ഇത് ബന്ധമാണ്. Imagine a relationship within the father and the children, or husband and wife. If the relationship is just yes, no, or wait, what kind of relationship is that? ആമേൻ. അപ്പനും അമ്മയും അല്ലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഇതുപോലുള്ള യെസ്, നോ, വെയിറ്റ് എന്നുള്ളതാണെങ്കിൽ ഏത് ബന്ധമായിരിക്കും അത്? Is that our relationship with God the Father? അങ്ങനെയാണോ പിതാവായ ദൈവത്തോട് നമ്മുടെ ബന്ധം? Our relationship is something said, I am with you till the end of the ages. ആമേൻ. നമ്മുടെ ബന്ധം കർത്താവ് പറയാണ്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഇരിക്കും. So come out of this yes, no, wait. ആമേൻ. യെസ്, നോ, വെയിറ്റ് എന്നുള്ള മനോഭാവത്തിൽ നിന്ന് പുറത്ത് Come into the life of Jesus. യേശുവിന്റെ ജീവനിലേക്ക് കടന്നു. Because Jesus had a relationship with the Father. കാരണം യേശുവിന് പിതാവുമായി ബന്ധമുണ്ട്. And Jesus was not going to the Father to get something. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി യേശു പിതാവിന്റെ അടുത്ത് പോയില്ല. Today consumer society is in the church. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ സഭയിൽ കൺസ്യൂമർ സൊസൈറ്റിയാണ്. Consumer culture. കൺസ്യൂമർ കൾച്ചർ, ഉപഭോക്തൃ സംസ്കാരം. How can I get my thing? That is only what I am interested in. ഹല്ലേലൂയ. എങ്ങനെ എന്റെ കാര്യം സാധിക്കാം, അതിനെ എനിക്ക് താല്പര്യമുള്ളൂ. I need something. എനിക്കൊരു കാര്യം വേണം. Will I get it? എനിക്ക് കിട്ടുമോ? Will I not get it? എനിക്ക് കിട്ടത്തില്ല. Can your church give it? നിങ്ങളുടെ സഭയിൽ അത് കിട്ടുമോ? Can't give it. Okay, I'll try some other. It's like going to shop. I go to Walmart. Is it available there? No. Okay, then I will go to CVS. If not there, I'll go to Walgreens. I want to get my thing. People of God, that is not relationship. That is consumerism. Tonight in Jesus' name, I want you to know, we don't stand for consumerism. We stand for relationship. ഹല്ലേലൂയ. ഒരു കടയിൽ അത് കിട്ടത്തില്ല, വേറൊരു കടയിൽ കിട്ടി എന്ന് പറഞ്ഞ പോലെയാണ് ഈ കാലഘട്ടത്തിൽ ആളുകൾ ചർച്ചയിൽ പോകും. നിങ്ങളുടെ ചർച്ചയിൽ കിട്ടില്ല, അടുത്ത ചർച്ചയിൽ പോകും, അവിടെ കിട്ടിയില്ല. ഇന്ന് രാത്രി കാലം ഈ
ദൈവവിഷയങ്ങളെ ആളുകളെ ഒരു ഉപഭോക്തൃ സംസ്കാരമാക്കി തരം താഴ്ത്തിയിരിക്കുക. അതല്ല നമ്മുടെ ലക്ഷ്യം. Pray like this, your will, not mine. ആമേൻ. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണം, എന്റേതല്ല. To always be submissive and obedient to what God has already told you. ദൈവം നിങ്ങളോട് മുൻ പറഞ്ഞ കാര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് അതിനെ അനുസരിക്കുക. I want to tell you, okay, even God has already told you something. ദൈവം നിങ്ങളുടെ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. Don't resist and then expect God to do something about it. അതിനോട് എതിർത്ത് നിന്നുകൊണ്ട് ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത്. Don't expect that. അത് പ്രതീക്ഷിക്കരുത്. God has told you something, you should do it. ദൈവം പറഞ്ഞു നിങ്ങൾ ചെയ്തേ പറ്റൂ. Hallelujah. I've had this experience many times. People call me on the phone, probably not in Philadelphia. I tell them a lot of things, okay? They listen to all that and then they will say that all that is true, but what is the answer to your problem? I have been telling you the answer to your problem in the last half an hour. Who was I speaking to? Was I speaking to dumb people, deaf people? This is an attitude that has to be broken in Jesus' name. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് മാറ്റേണ്ടതായിട്ടുള്ള മനോഭാവം ഇതാണ്. ഇങ്ങനെയുള്ള അനുഭവം എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ ഫോണിൽ വിളിക്കും, ഒരുപാട് കാര്യങ്ങളോട് ദൈവം പറയുന്നത് അവരോട് പറയും, അത് കേൾക്കാൻ അവർ മനസ്സില്ലാതെ അവസാനം ചോദിക്കും എന്താണ് പ്രശ്നത്തിന് പരിഹാരം. You know why? Because they don't like to take it. കാരണം ഈ പറയുന്ന കാര്യം സ്വീകരിക്കാൻ അവർക്ക് മനസ്സില്ല. Pastor, I'm very thirsty. പാസ്റ്റർ, എനിക്ക് ഭയങ്കര ദാഹമാണ്. Okay, is there a jar of water in your house? നിങ്ങളുടെ വീട്ടിൽ ഒരു ജാറുണ്ടോ, ഒരു കുടമുണ്ടോ? Yes. Is there a glass? അവിടെ ഒരു ഗ്ലാസ് ഉണ്ടോ? Okay, I will teach you. Take the glass, hold it like this. Because you don't know, hold it like this. Make sure the glass is clean. Go to the jar of water. Open the jar of water. Fill it. Bring it near your mouth. Tilt it like this. Take a deep breath and it will go inside you. ആമേൻ. Up to this, a pastor can teach. സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്റർക്ക് ഇത്രേ പഠിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ വെള്ളമുണ്ടല്ലോ, കുടമുണ്ടല്ലോ, ഗ്ലാസ് എടുത്ത് ക്ലീൻ ചെയ്ത് ആ കുടത്തിൽ നിന്ന് വെള്ളം നടത്തിട്ട് വായിൽ ഒഴിക്കണം. ഇത്രയും നമുക്ക് പാസ്റ്റർ പഠിപ്പിക്കാൻ പറ്റൂ. After all this, they will listen to this and say, I'm still thirsty. What do you want me to do? What do you want God to do? ആമേൻ. ഇതെല്ലാം കേട്ട ശേഷം പറയാം, എനിക്ക് ഇപ്പോഴും ദാഹം മാറിയില്ല, നമ്മൾ എന്ത് ചെയ്യും? Because my mind is that I should drink from, I have a fancy. Many people live in fancy. ആമേൻ. Unreality. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ. Unreality. അയാഥാർത്ഥ്യമായിട്ടുള്ള അവരുടെ ഭാവനകളിലാണ് അവർ ജീവിക്കുന്നത്. I'm thirsty. എനിക്ക് ദാഹം. I want to drink from the springs of Californian river. ആമേൻ. കാലിഫോർണിയയിലെ ജലാശയങ്ങളിൽ നിന്ന് എനിക്ക് കുടിക്കണം. Oh really? Then you go to California and drink water from there. അങ്ങനെയാണ് അവിടെ പോയി കുടിക്കുക. Many people, I want to tell this church, don't live in unreality. Live in the reality of God. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നമ്മൾ ജീവിക്കരുത്, യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കണം. Lord, I need to do something. കർത്താവേ, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. What is the answer to that? അതിനുള്ള ഉത്തരം എന്താ? Give me a solution or a counsel immediately. കർത്താവേ, എനിക്ക് പെട്ടെന്ന് ഒരു പരിഹാരവും ഒരു ആലോചനയും തരണം. And help me to like it. എനിക്കത് ഇഷ്ടപ്പെടാൻ സഹായിക്കും. God is faithful. God is good. He will make you to like it in His nice, good way. He's a good father. He's also a good teacher, by the way. ആമേൻ. ദൈവം നല്ല പിതാവും നല്ല ഉപദേഷ്ടാവും ആയതുകൊണ്ട് നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് തരുവാൻ ദൈവത്തിന് കഴിയും. I have learned it from my life, failures in my life. എന്റെ ജീവിതത്തിലെ പരാജയങ്ങളിൽ ഞാൻ പഠിച്ച കാര്യമാണ്. God tells me to come here, I'll go the other way. ദൈവം ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകും. Then God had to put a force on me. എന്നിട്ട് ദൈവം എന്നെ ബലം പ്രയോഗിച്ചു. I've been like Jonah many times in my life. പലപ്പോഴും ഞാൻ ജോനായെ പോലെ ആയിട്ടുണ്ട്. God tells me to go there, I used to go the other way. ഇങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അങ്ങോട്ട് And പോയിട്ടുണ്ട്. then I had to be in the ship. എന്നിട്ട് ഞാൻ ജോനായെ പോലെ കപ്പലിൽ And then I കിടക്കും. had to be thrown into the ocean. എന്നിട്ട് കടലിൽ I എറിയപ്പെട്ടിട്ടുണ്ട്. had to go into the ship's whale. ആമേൻ. അത് ഈ മീനിന്റെ ആയിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. I'm not joking. ഞാൻ തമാശ Pray പറയാം. that you don't go into the belly of the whale. ആമേൻ. ഹല്ലേലൂയ. മത്സ്യത്തിന്റെ വയറ്റിൽ പോകാൻ ഇടയാകരുത് പ്രാർത്ഥിക്കുക. It is not what you think it is. നിങ്ങൾ വിചാരിക്കുന്ന അനുഭവം അല്ലത്. Spiritually, I have been there. ആത്മീയമായിട്ട് ഞാൻ അങ്ങനെ And പോയിട്ടുണ്ട്. when you read Jonah chapter 2, you know his prayer. ആമേൻ. യോനായുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ Why യോനയുടെ is പ്രാർത്ഥന. all this needed? എന്തിനാണ് ഇതിന്റെ ആവശ്യം? Obey what he says. Solution. Lord, that is a solution. Okay, I will take it. ആമേൻ. ദൈവമേ, ഇതാണ് പരിഹാരം, ഞാനത് സ്വീകരിക്കാം. Then prayer becomes so easy. പ്രാർത്ഥന എളുപ്പമാവുക. I want to tell Revival Church, many of the prayers here, not all of you, but some of you, many of the prayers are not being answered for this one reason. You don't like the solution God is giving. I'm sorry, I love you. I have to tell you the truth. If you repent tonight, it will go well with you. ആമേൻ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. അനേക പ്രാർത്ഥനകൾക്കുള്ള മറുപടി നിങ്ങൾക്ക് എടുക്കാൻ മനസ്സില്ല. Many times I've spoken to people, why don't you do it like this? ഞാൻ പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തുകൂടെ? Many of you don't do it. What can I do? അനേകർ ചെയ്യത്തില്ല. Then you come and tell me nothing is happening.
Well, that's your fault. I'm sorry, I don't find fault with you, but you have to settle it with God. ആമേൻ. നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കുകയല്ല, ദൈവത്തോട് പറഞ്ഞത് നമ്മൾ അനുസരിക്കാൻ Family ബാധ്യസ്ഥ. problems, many times I've told some people, please do some sacrifice. It will bring the whole family around. But you are not willing to do. What can I do? ആമേൻ. കുടുംബ പ്രശ്നങ്ങൾക്കായി ചില ത്യാഗം ചെയ്യാനെ കൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ട് ആരും ചെയ്യുന്നില്ല. Many of you, not all of you, some of you. Some of them. And then you say, God is not answering a prayer. God has left you. No, He's your Father. ആമേൻ. ദൈവം ഉത്തരം തരുന്നില്ല എന്ന് പറയരുത്. ദൈവം എപ്പോഴും ഉത്തരം തരും. നിങ്ങളുടെ പിതാവാണ്. People of God, so tonight I want to tell you that it is this old man that is making problem. He is on the cross. Once he is on the cross, the spirit man begins to become alive. Amen. When the spirit man is active, you will immediately begin to receive every solution. You will become so, I have to use this word, so humble in character. I'm going to make a statement. It will be difficult for you to pass the voice of God, because God resides with humble people. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ജഡമനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ആത്മമനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ദൈവത്തിന്റെ ആത്മമനുഷ്യൻ ശക്തനായിരിക്കുന്നതിന് വളരെ താഴ്മയുള്ളവനായിരിക്കും. ആ താഴ്മയുള്ള സ്വഭാവത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കാതിരിക്കുകയില്ല, നമ്മൾ അത് കേട്ടുകൊണ്ടേയിരിക്കും. Let me show you something from the book of James. യാക്കോബിന്റെ ലേഖനം എന്ന് പറയട്ടെ. James chapter 4. യാക്കോബിന്റെ 4-ാം അധ്യായം Verses 6 to 8. അതിന്റെ 6 മുതൽ 8 വരെയുള്ള See വാക്യങ്ങൾ. what James says. I love James, by the way. എനിക്ക് യാക്കോബിനെ ഇഷ്ടമാണ്. നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. Let's see what James says in chapter 4. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാം. Look at this. ശ്രദ്ധിച്ചേ. God gives more grace. Wherefore, where God says, God resists the proud. ആമേൻ. എന്നാൽ ദൈവം അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും But He gives ചെയ്യുന്നു. grace to the humble. താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത്. Did you read that? Can you read with me, all of us? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വായിക്കാം. But God gives more grace. Where He says, God resists the proud, but He gives grace to the humble. Okay, I need to explain that. Can you give me 5 more minutes? Can you lift your hands and say yes? Just 5 minutes, okay. This is written to people who are already under grace. കൃപയ്ക്ക് കീഴിലുള്ളവരോടാണ് ഇത് എഴുതുന്നത്. The grace which Paul teaches is about people who are yet to come into the kingdom. ആമേൻ. ദൈവരാജ്യത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തവരോടാണ് അപ്പോസ്തലൻ പൗലോസ് കൃപ പറയുന്നത്. But James is talking to this church who are already under grace. കൃപയ്ക്ക് അധീനരായ സഭയോടാണ് അദ്ദേഹം പറയുന്നത്. But their activity was very bad. അവരുടെ പ്രവർത്തനം വളരെ മോശം. For example, if you want to look into the activity of these people, you can see in James 4 chapter 1 verses 1. Shall we go there quickly? ആമേൻ. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇവരുടെ സ്വഭാവം മനസ്സിലാവും. Look at that. ശ്രദ്ധിച്ചേ. He is telling them right to the church, not to people outside. These are born again, baptized believers. ആമേൻ. ഇത് പുറത്തുള്ളവരല്ല, വീണ്ടും ജനിച്ച വിശ്വാസികളാണിവർ. He is asking them, അവരോട് ചോദിക്കുക, where does war and fighting come against you? ചണ്ടയും കലവും നിങ്ങളുടെ ഇടയിൽ എവിടെ നിന്ന് വന്നു? Do they not come from the lust that war in your members? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലേ വന്നത്? That means even after they were born again, they were entertaining the lust of the flesh. അതിന്റെ അർത്ഥം അവർ വീണ്ടും ജനിച്ച ശേഷവും അവര് ഈ ജഡത്തിന്റെ ഇച്ഛകളെ താലോലിക്കുക, Fighting and quarreling with one another. പരസ്പരം വഴക്കും Verse ചണ്ടയും. 2, look at the condition of that church. ആ സഭയുടെ അവസ്ഥ നോക്കിയ 2-ാം He's വാക്യം. talking to the church, born again church under grace. He's talking to them. You lust, you do not have. You kill, you desire to have. And you cannot obtain. You fight, you war, yet you do not have, because you do not ask. അവിടെ പറയുകയാണ്, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലയിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. And then you see, എന്നിട്ട് ശ്രദ്ധിച്ചേ. you ask. നീ He is ചോദിക്കുന്നു. telling some of you are not even asking because you are busy fighting. Amen. Now there are some of you who are asking but you are not receiving. This is the reason. Because you are not asking in the right way. Why? You are asking to fulfill the lust of the flesh. ആമേൻ. അദ്ദേഹം പറയാണ്, ചിലർ ചോദിക്കുന്നില്ല അതുകൊണ്ട് കിട്ടുന്നില്ല, ചിലർ ചോദിക്കുന്നു, അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഭോഗേച്ഛകളെ ചെലവിടാൻ വേണ്ടി അവർ They are ചോദിക്കുകയാണ്. not reasonable. People of God, let me tell you tonight with love, there is something called being reasonable in the kingdom of God. ആമേൻ. ദൈവത്തിന്റെ രാജ്യത്തിൽ ന്യായമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. Somebody said hallelujah. ഹല്ലേലൂയ. There is something reasonable in the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിൽ ന്യായമായത് ഉചിതമായതുമുണ്ട്. Hallelujah. We all have certain limits in our life. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പരിധികളുണ്ട്. If God is removing that limit, praise the Lord. ദൈവ പരിധി മാറ്റുന്നെങ്കിൽ Now I സ്തോത്രം. want to tell you today, don't try to remove those limits without the sanction of God. ദൈവത്തിന്റെ അനുവാദം കൂടാതെ ആ പരിധി നമ്മൾ മാറ്റരുത്. Don't live in unreality. ആമേൻ. ഹല്ലേലൂയ. അതെ, യാഥാർത്ഥ്യമായ സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കരുത്. And when you ask God, ദൈവത്തോട് ചോദിക്കും, Lord, make me rich. കർത്താവേ, എന്നെ സമ്പന്നനാക്കണം. Why you want to become rich? എന്തിനാണ് To സമ്പന്നനാകുന്നത്? show off to other people. മറ്റുള്ളവർ കാണാൻ. Many people, they live in wealth. Mammon is their God. In Jesus' name, we cast it out.
ആമേൻ ആമേൻ. അനേകര് മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ വേണ്ടിയിട്ട് അവരുടെ ദൈവം പണമാണ്. People of God, we are not like that. നമ്മൾ അങ്ങനെയല്ല. God will take care of us. ദൈവം നമ്മളെ കരുതും. And when God gives us extra, we will have extra. നമുക്ക് ദൈവം അധികം തരുമ്പോൾ നമുക്ക് അധികം കാണും. But that will be clean extra. എന്നാൽ അത് ശുദ്ധമായിട്ടുള്ളതായിരിക്കും. And let me tell you about finances. The blessing of the Lord makes a man rich, but he adds no sorrows with it. ആമേൻ. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, മനുഷ്യന്റെ അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടിച്ചേരുന്നില്ല. There are many people sitting here who are wealthy people. God sees you as wealthy people. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും സമ്പന്നരായിട്ടാണ് ദൈവം കാണുന്നത്. Yes, not always living in debt. എപ്പോഴും കടക്കാരായിട്ടല്ല. Tomorrow's mortgage, who is paying? That is not going to be there, going to be your situation. God will make you wealthy. ആമേൻ. നാളെ മോർഗേജ് ആര് പണം അടയ്ക്കും എന്നുള്ള ചിന്തയോടിരിക്കാനല്ല, ദൈവം നിങ്ങളെ ധനവാന്മാരാക്കും. But before that, God will remove this thing called greed from our life. എന്നാൽ അതിനു മുമ്പായിട്ട് അത്യാഗ്രഹം എന്ന വിഷയത്തെ കർത്താവ് എടുത്തു മാറ്റും. And look at the people, James. These people were like that. ആമേൻ. യാക്കോബിന്റെ ലേഖനത്തിൽ ഈ ജനത്തെ ഒന്ന് നോക്കിക്കേ. And the verse, let's just showing you the condition after grace. Verse 4. നാലാം വാക്യത്തിൽ. Oh my God, he's so strong. ഹല്ലേലൂയ. I don't want even to read it. Okay, so bad were these people. You adulterers and adulteresses, they were so close with the church, I mean with the world. Okay, verse 5. ആമേൻ. Keep going. Okay. And then look at what he says. That church was so down that the Holy Spirit was desperately telling them, hey guys, why don't you come for prayer? Why don't you sit together and read the Bible? But they were not listening. They were so down. Verse 5, 6. ആമേൻ ആമേൻ. Verse 6. ഹല്ലേലൂയ. But then the Holy Spirit tells through James, guys, Hallelujah. even if you are so bad, Jesus. he gives you more grace. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ താഴ്മയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദൈവം വളരെ കൃപ കൊടുക്കും. Hallelujah. Even when they were ആമേൻ. proud, ഹല്ലേലൂയ. he's saying God gives more grace. ആമേൻ. നിങ്ങൾ ഇത്ര നിഗളിച്ച ഇത്ര ഈ അവസ്ഥകളെല്ലാം ഇങ്ങനെ കാണിച്ചിട്ട് പറയും, ഇങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് കൃപ തരും. Because അങ്ങനല്ല ദേവദാസനെ, നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ടും ആമേൻ. നിങ്ങളെ സഹായിക്കാൻ അധികം കൃപ ദൈവം തരികയാണ്. ആമേൻ. അതെ, ഈ അവസ്ഥകളെല്ലാം അതിജീവിക്കാൻ പിന്നെയും കൃപ തരികയാണ്. But now you need to do something. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. Humble yourself. നിങ്ങളെ താഴ്ത്തണമേ. Do not resist God. ദൈവത്തോട് എതിർക്കരുത്. Humble yourself. സ്തോത്രം, നിങ്ങളെ തന്നെ താഴ്ത്തുക. And then what will God give? God gives grace to the humble. ആമേൻ. ദൈവം താഴ്മയുള്ള കൃപ കൊടുക്കുന്നു. Grace to pray more. അധികം പ്രാർത്ഥിക്കാനുള്ള കൃപ. Grace to receive from God more. കർത്താവിൽ നിന്ന് അധികം കിട്ടാനുള്ള കൃപ. Grace to become more spiritual. അതേ ആത്മീയരാകാനുള്ള കൃപ. Grace to walk in the healing of God. ദൈവത്തിന്റെ സൗഖ്യത്തിൽ നടക്കാനുള്ള കൃപ. Grace to walk in the authority of God. ദൈവത്തിന്റെ അധികാരത്തിൽ നടക്കാനുള്ള കൃപ. God is willing to give it to us also tonight. ഇന്ന് രാത്രി ഇത് നമുക്ക് തരാൻ ദൈവത്തിന് How ഇഷ്ടമാണ്. many of you like to get an answer from God? We have been praying all these days. ആമേൻ. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. എത്ര പേർക്ക് So പ്രാർത്ഥനയ്ക്ക് tonight, മറുപടി people of God, let's stand up in the presence of God. പ്രിയപ്പെട്ടേ, നമുക്ക് ദൈവത്തിന് എഴുന്നേറ്റ് And നിൽക്കാം. let us boldly say, നമുക്ക് ധൈര്യത്തോടെ പറയാം, Lord, we will come away and become humble in our life. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ താഴ്മയുള്ളവരാകാൻ ഞങ്ങൾക്ക് ആഗ്രഹം. Give us more grace to become humble. താഴ്മയുള്ളവരാകാൻ അധികം കൃപ തരണമേ. Not our will, but yours be done. ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണമേ. We do not want to live in pride. ഞങ്ങൾക്ക് അഹങ്കാരത്തിൽ ജീവിക്കേണ്ട കർത്താവേ. If there is any hidden pride in us, ഞങ്ങളിൽ ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന നിഗളമുണ്ടെങ്കിൽ, or if there is something in our life that is keeping the answer of God in our life, Lord, tonight take it away from us. കർത്താവേ, ദൈവത്തിന്റെ മറുപടി ഞങ്ങൾ ലഭിക്കുന്ന തടസ്സമായിട്ടുള്ള എന്ത് തടസ്സമാണെങ്കിലും ഇന്ന് രാത്രി അതിനെ എടുത്തു മാറ്റണമേ. Hallelujah. I'm going to minister to you. ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ പോകുന്നു. Hallelujah. After this there is food, so don't run away. ആമേൻ. ഇതിനുശേഷം ഭക്ഷണമുണ്ട്, ആരും ഓടിപ്പോകരുതേ. Correct? Sister Asiya? Correct? Yeah. ഹല്ലേലൂയ. Sarah? Thank you, Okay. Lord. Ready? There are some people that needs to be removed from oppression. ആമേൻ. ചിലരെ ഓപ്പറേഷൻ വിടുവിച്ചേ പറ്റൂ. You're living in depression. ഹല്ലേലൂയ. ചില നിരാശയിൽ കഴിയുക. Lord, why no answer? Why no answer? This is the reason I told you the answer tonight. ആമേൻ. ഇതാണ് മറുപടി, കർത്താവിന്റെ മറുപടി ഞാൻ നിങ്ങളോട് പറഞ്ഞു. I don't know if you liked it. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയത്തില്ല. I can't help it. എനിക്ക് സഹായിക്കാൻ പറ്റത്തില്ല. It's very difficult for me to go and tell Pastor George or Pastor Thomas if there is something wrong in their life. But I will tell them, you know why? Because I want to prosper them. I want to see that they are prospering. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ദേവദാസന്മാരിൽ എന്തെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ അവരോട് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ അവരോട് പറയും. കാരണം അവരുടെ അഭിവൃദ്ധി, They're both older than I am. അവരെന്നെക്കാട്ടി പ്രായമുള്ളവരെ. എങ്കിലും ഞാൻ പറയും. It's not easy for me to go and tell them. അങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. But I believe God has given these wonderful souls into my ministry. കാരണം എന്തെങ്കിലും ദൈവം ഇവരെ എന്റെ മിനിസ്ട്രി തന്നതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. So even if they feel offended, I may tell it to them in love. ആമേൻ. അവർക്ക് ഇടർച്ച തോന്നിയാലും സ്നേഹത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇത് അവരെ ഗ്രഹിപ്പിക്കും. In the same way, all of you, അതുപോലെ തന്നെ without my telling, you are sensitive people. You can straight away take it from the Lord. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ളവരായതുകൊണ്ട് ദൈവത്തിൽ നിന്നാണോ നിങ്ങൾക്ക് അറിയാം. You can say,
No, you can hear what God is telling you. ദൈവം പറയുന്നത് നിങ്ങൾ എത്ര പേര് ഇന്ന് രാത്രി കേട്ടു? ആമേൻ ആമേൻ. How many heard what God is speaking to you? ദൈവശബ്ദം എത്ര പേര് കേട്ടു? Hallelujah. ആമേൻ. Let that old man be firmly put on the cross. ആമേൻ. ആ പഴയ മനുഷ്യൻ പൂർണ്ണമായി ക്രൂശിക്കപ്പെടട്ടെ. Hallelujah. സ്തോത്രം. Say with me if you will. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്നോട് ചേർന്ന് പറയുക. Heavenly, I will say, Pastor George will say, you say it with him, okay? Those who want to speak in Malayalam, okay. Everybody can speak in English. Okay. Okay. Say, Lord Jesus, Lord Jesus, we acknowledge we acknowledge your death on the cross. your death on cross, And because of that, and because of that, we believe we believe that when we agree with you or about the death on the cross, about the death on the cross, and we who have been baptized, and we who have been and baptized, we who have agreed to be baptized, and we who have agreed to be we baptized, acknowledge we acknowledge that our old man is dying. our old man is dying. We speak tonight We speak tonight death on our body. death on our body. We speak tonight We speak tonight death to the members of our flesh. death to the members on our flesh, Death to the members of our body. death to the members on our body. We speak righteousness We speak righteousness over our tongue. over our tongue. We speak righteousness We speak righteousness over our body. over our body. We speak righteousness We speak righteousness over our imagination. over our imagination. We speak We righteousness speak righteousness over our thoughts. over our thoughts. We speak We righteousness speak righteousness in the process of our thoughts. in the process of our thoughts. We speak humility We speak humility and more humility and more humility in every area of our life. in every area of our life. We submit to God. We submit to We God resist the devil. and we resist the devil. He flies from us. He flees from us. We fly. We submit to God. We submit to God. We resist the devil. We resist the devil. And he flees from us. He flees from We us. submit to God. We submit to We God. resist the devil. We resist the devil. And he flees from And us. he flees from In us. Jesus' name. In Jesus' name. Tonight, Tonight. you are being set free. You have been set free. 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 In Jesus' name. In Jesus' name. In Jesus' In name. Jesus' name. In Jesus' name. Amen. Hallelujah. Hallelujah.